യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമ്മുടെ ജീവിതത്തിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന മഹാമായയുടെ പ്രഭാവം നമ്മളിൽ ആസക്തി രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടു. ആസക്തി തന്നെയാണ് ഭഗവത് കൃപയുണ്ടാകുമ്പോൾ ഭക്തിയായിട്ട് മാറുന്നത് എന്നും കണ്ടു. ആസക്തിയെ തന്നെയാണ് അജ്ഞാനം എന്നും പറയണത്. ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഇവിടെയും പറഞ്ഞു ദേവി മഹാത്മ്യത്തിൽ, ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോഹോ വിഷയഗോചരേ. എല്ലാവർക്കും ജ്ഞാനമുണ്ട്. പക്ഷേ ആ ജ്ഞാനം ബഹിർമുഖമായിട്ടിരിക്കുകയാണ്. വിഷയഗോചരേ. അതുകൊണ്ട് ജ്ഞാനം ഇപ്പോൾ പ്രപഞ്ചത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മുമ്പിൽ നമ്മൾ പ്രപഞ്ചത്തിനെ കാണുന്നത് കൊണ്ട്, ആ പ്രപഞ്ചം നമ്മളിൽ നിന്ന് അന്യമാണെന്ന് ധരിക്കുന്നത് കൊണ്ട് അതിലേക്ക് ആസക്തി രൂപത്തിൽ നമ്മൾ ഉള്ള ജ്ഞാനം പ്രവഹിച്ചുകൊണ്ടുമിരിക്കുകയാണ്. ഭഗവത് സാക്ഷാത്കാരം ആണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് എത്ര കോടി ജനങ്ങളാ ഉള്ളത് ലോകത്തിലിപ്പോ? 600 എത്ര കോടിയാണുള്ളത്? ഒരുപാട് കോടിയുണ്ട്. അത്രയും ജനങ്ങളിൽ എത്ര പേർക്ക് ബുദ്ധിപൂർവകമായിട്ട് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് അറിയാം? സത്സംഗത്തിലിരിക്കുന്നവരിൽ പോലും we cannot take it for granted. പലരും പല ആശയങ്ങളോടുകൂടെയാണ് സത്സംഗത്തിലേക്ക് പോലും വരുന്നത്. ഏതോ വൈകുന്നേരം നല്ല വിധത്തിൽ ചെലവാക്കാം എന്ന് പറഞ്ഞിട്ടാണ് കുറെ ആളുകൾ വരിക. ഇങ്ങനെ ഒരു ലക്ഷ്യമൊന്നും അറിയില്ലല്ലോ. ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്നുവെച്ചാൽ സത്യമായി അറിയുക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നും ജനങ്ങളിൽ സാധാരണമല്ല. അങ്ങനെ സാധിക്കുമെന്ന് പറയുന്ന വാർത്ത, അതിന് വാർത്ത എന്നാണ് ഭാഗവതം പറയണത്. ആ വാർത്ത ചെവിയിൽ വീണ് കഴിഞ്ഞാൽ, വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേഹേ എന്ന് ഭാഗവതം. ആ വാർത്ത ചെവിയിൽ വീണ് കഴിയുമ്പോ അത് അകമേ ഉള്ള അന്തര്യാമിക്ക് ഒരു ഷോക്കാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒന്ന് സാധിക്കും. ചിലരിൽ പൂർവജന്മ സുഹൃതം കൊണ്ട് അതിൽ വിശ്വാസം, ശ്രദ്ധ താനായിട്ട് ഏർപ്പെടും. ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെയാണ്. അദ്ദേഹത്തിന് പഠിപ്പ് അറിവൊന്നുമില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു അദ്ദേഹം വളരെ പവിത്രനായിരുന്നു. അതിന് കാരണം അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കാലുവെച്ചില്ല എന്നുള്ളതാണെന്നാണ്. അദ്ദേഹത്തിന്റെ പവിത്രതയ്ക്ക് കാരണം അതാണെന്നാണ് ശ്രീ വിവേകാനന്ദ സ്വാമികൾ പറയണത്. അദ്ദേഹം വളരെ പവിത്രനായിരുന്നു. ആ പവിത്രതയ്ക്ക് കാരണം ഹി നെവർ സ്റ്റെപ്ഡ് ഇൻ ടു ദ ഗേറ്റ് ഓഫ് എൻ യൂണിവേഴ്സിറ്റി. പഠിക്കുന്നത് തെറ്റ് എന്നല്ല അർത്ഥം. പഠിക്കുന്നത് കൊണ്ട് മാക്സിമം ഉണ്ടാവുന്ന പ്രയോജനം പഠിപ്പ് കൊണ്ട് പാരമാർത്ഥികമായ സത്യം അറിയാൻ കഴിയില്ല എന്നുള്ള വിനയമാണ്. പഠിപ്പ് തെറ്റില്ല. പഠിച്ചിട്ട് തനിക്ക് അറിയാത്ത കാര്യം അറിയുമെന്നൊരു ഭ്രമമുണ്ടായാൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കും. തായ്മാനവർ
എന്ന് പറയുന്ന ഒരു സിദ്ധൻ, അദ്ദേഹം ഒരു പാട്ടില് പാടി, ഞാൻ പഠിച്ച അറിവ് കൊണ്ട് അങ്ങയെ കണ്ടു എന്ന് ധരിച്ചാൽ എന്റെ ഉള്ളിൽ തൃപ്തി വരുന്നില്ല, എന്റെ ഉള്ളിൽ കുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. കറ്റ അറിവാലുനെ നാൻ കണ്ടവൻ പോൽ സൂത് ആടിൽ കുറ്റം എന്ന് എൻ നെഞ്ചേ കുതിക്കും പരാപരമേ. ഞാൻ എത്ര പഠിച്ചാലും പഠിപ്പ് ശാന്തി തരുന്നില്ല, പഠിപ്പ് ആനന്ദം തരുന്നില്ല, പഠിപ്പ് തൃപ്തി തരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ പഠിച്ച ആളുകൾ, മഹാപണ്ഡിതന്മാരായിട്ടുള്ള, മുരത്ത പണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ ശ്രീരാമകൃഷ്ണദേവന്റെ കാൽച്ചവട്ടിൽ ചെന്നിരുന്നത്. അപ്പൊ പഠിപ്പ്, ശ്രീരാമകൃഷ്ണദേവന് വിദ്യാഭ്യാസം ഇല്ല. അദ്ദേഹത്തിന് അന്നത്തെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ, നിങ്ങള് ശ്രീരാമകൃഷ്ണ പരമഹംസർ ജനിച്ച ഗ്രാമത്തിലേക്ക് നിങ്ങൾക്ക് പോകാം, കമാർപുക്കൂർ. അവിടെ ചെന്ന് നോക്കിയാൽ കാണാം, ഇന്നും വലുതായിട്ടൊന്നും പ്രോഗ്രസ് ഒന്നും ആയിട്ടില്ല. ബംഗാളിലെ ഭരണം ഒരു വിധത്തിൽ അവര് ഇന്നത്തെ കാലം വെച്ച് ചിന്തിച്ചാൽ ഒരു പുരോഗതിയും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. മറ്റൊരു വിധത്തിൽ ആ ഗ്രാമമൊക്കെ അതേപോലെ ഉണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും കറണ്ട് പോലും ഇല്ല, ഇലക്ട്രിസിറ്റി പോലും ഇല്ല. ആ കമാർപുരക്കൂർ, ജയറാംപാടി, ശാരദാദേവി ജനിച്ച സ്ഥലമൊക്കെ ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ എന്തോ ഉണ്ടായിരുന്നുണ്ടാവും. അപ്പൊ അവർക്കുള്ള വിദ്യാഭ്യാസം വേദാധ്യയനമാണ്. വേദാധ്യയനമാണ് വിദ്യാഭ്യാസം ബ്രാഹ്മണനും. ബംഗാളിൽ കാര്യമായിട്ട് വേദാധ്യയനവും ഇല്ല. തന്ത്രം കുറച്ച് പഠിക്കും, പൂജ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും, കുറച്ച് സംസ്കൃതം പഠിക്കുമായിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. വേദാധ്യയനമൊക്കെ പണ്ടേ വടക്കൻ ഇന്ത്യയിൽ നിന്നും പടികടന്നു. വേദം സംരക്ഷിക്കപ്പെട്ടത് പഞ്ചദ്രാവിഡത്തിലാണ്. മഹാരാഷ്ട്രം, തമിഴ്നാടും കേരളത്തിലും. കേരളത്തിലെ സമ്പ്രദായം വേറെ, കർണാടകത്തിലൊക്കെയാണ്. ഈ പഞ്ചദ്രാവിഡത്തിലാണ് വേദം സംരക്ഷിക്കപ്പെട്ടത്. വേദം അങ്ങോട്ടൊന്നുമില്ല, വടക്കൊന്നുമില്ല. വടക്കൊക്കെ പോയി. ശ്രീരാമകൃഷ്ണദേവന്റെ കാലത്തും ഇല്ല, ഒക്കെ പോയി. വിവേകാനന്ദ സ്വാമി തന്നെ പറയണ്ട്, ബംഗാളില് തന്ത്രം കാരണം വേദം നഷ്ടപ്പെട്ടു പോയി, വേദത്തിനെ വീണ്ടും കൊണ്ടുവരണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ശ്രീരാമകൃഷ്ണദേവനെ വേദാധ്യയനത്തിനോ അല്ലെങ്കിൽ അന്നത്തെ പാഠശാലയിലേക്ക് വിടാൻ കൊണ്ടുപോയപ്പോ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, ഈ പഠിപ്പ് കൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാലാണോ സമ്പൂർണമായ സംതൃപ്തി ഉണ്ടാവുക, അത് സാധിക്കുമോ? എനിക്ക് പാരമാർത്ഥികമായി ഹിതമുണ്ടാവുമോ? ഈ ചോദ്യമാണ് ശ്രീരാമകൃഷ്ണദേവന്റെ ഉള്ളിലുണ്ടായത്. വളരെ അപകടമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലോകത്തിൽ പകുതി കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഇത്തിരി വിവരമുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ സമൂഹത്തിൽ നിന്നും പുറത്തു ചാടേണ്ടി വരും. എന്നുവെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? സമൂഹത്തിന്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ വിവരം ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. വിവരം ഉണ്ടെങ്കിൽ സമൂഹത്തിന്ന് പുറത്ത് ചാടിപ്പോകും. സമൂഹം പരസ്പരം അംഗീകരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവനവനും പ്രയോജനപ്പെടില്ല, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടില്ല, ആത്യന്തികമായ ശാന്തിക്കോ നിർവൃത്തിക്കോ കാരണമല്ല. ഞാൻ നിങ്ങളെ ഒരു മെസ്മരിസം ചെയ്യും, നിങ്ങൾ എന്നെ ഒരു മെസ്മരിസം ചെയ്യും. പരസ്പരം കളക്റ്റീവ് മ്യൂച്വൽ ഹിപ്നോട്ടിസം. അങ്ങനെയാണെങ്കിലേ നമുക്ക് സമൂഹത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. വിവരമുള്ള ഒരാള് ഒരു ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് പുറത്ത് ചാടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അച്ഛനമ്മമാർക്കൊക്കെ കുട്ടികൾ അല്പം ഈശ്വരവിശ്വാസമൊക്കെ തുടങ്ങുമ്പോൾ പേടി തുടങ്ങണത്. ഇത് അപകടമാണ്. എന്താന്ന് വെച്ചാൽ സമൂഹ ജീവിതത്തിന് പറ്റില്ല എന്നൊരു ധാരണയുണ്ട് ഉള്ളില്. ശ്രീരാമകൃഷ്ണദേവനെ അന്ന് തന്നെ പഠിപ്പിക്കാനൊട്ട് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന് ജീവിച്ചു പോവാം. വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ടാണ് കൽക്കട്ടയ്ക്ക് കൊണ്ടാക്കിയത്. കൽക്കട്ടയിൽ പോയാൽ ശരിയാവും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഏട്ടൻ ദക്ഷിണേശ്വര അമ്പലത്തില് പൂജിക്കുകയാണ്, പൂജാരിയാണ്. ശ്രീരാമകൃഷ്ണദേവന് അതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ദക്ഷിണ വാങ്ങിക്കുക,
പ്രതിഗ്രഹം വാങ്ങിക്കുക, ഇതൊക്കെ പാപമാണ്, അതൊന്നും വേണ്ട. അതുകൊണ്ട് ഏട്ടൻ ചെയ്യുന്നതിനോട് പോലും അദ്ദേഹത്തിന് വിരോധമായിരുന്നു. പിന്നീട് ഏട്ടന് നിവൃത്തിയില്ലാതെ ഇദ്ദേഹം തന്നെ പൂജ ഏൽക്കണമെന്നൊരു ഘട്ടം വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, അമ്പലത്തിലെ ഈ ആഭരണങ്ങളും മറ്റുമൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പൂജ ഏൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പൂജ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഉള്ളിലുള്ള ചോദ്യം ഇതാണ്, എന്തെങ്കിലും പറഞ്ഞ് പൂജ ചെയ്യാൻ ഒരു ഇഷ്ടമില്ല. താൻ പൂജ ചെയ്യുന്നത് ആരെയാണ്, എന്താ ഈ വസ്തു? ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭക്തിയുടെ ആദ്യപടി അച്ഛായാമേവ ഹരയേ പൂജാം യ ശ്രദ്ധയേഹത്തെ നതദ്ഭക്തേഷു ച അന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. പ്രാകൃതമായ ഭക്തി എന്താന്ന് വെച്ചാൽ ഈ വിഗ്രഹത്തിൽ സ്വാമിയുണ്ട്, അവിടെ ആവാഹനം ചെയ്യും, പൂജ ചെയ്യും, അതോടെ കഴിഞ്ഞു. അതിൽ കൂടുതൽ ചോദ്യമൊന്നുമില്ല. ശരിക്ക് ശ്രദ്ധ പൂജാമൂർത്തിയിൽ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യം ഉദിക്കുകയാണ് ഉള്ളിൽ. എന്തിനാണ് ഞാൻ പൂജ ചെയ്യണത്? ഈ വാസ്തവത്തിൽ ഈ അംബിക സത്യമാണോ? അല്ല വെറുതെ പൂജയോടുകൂടെ നിർത്തണോ? മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പൂവിത കല്ലേ ചോറിത കല്ലേ തീയിത കല്ലേ ഞാനിതാ പോണേ എന്നാണ്. മുട്ടുശാന്തി കഴിക്കും ഇങ്ങനെ, അമ്പലത്തിൽ ശാന്തി കഴിക്കും ഇങ്ങനെയാണത്രേ. ഇത്തിരി പൂവ്, ഇത്തിരി വെള്ളം, പൂവിത, നീരിത, ചോറിത, തീയിത, കഴിഞ്ഞു. അങ്ങനെയല്ലാതെ വളരെ സ്ഥൂലമായ തലത്തിൽ നിന്നുമാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. വളരെ സ്ഥൂലം. ഒരു വിഗ്രഹത്തിനെ വെച്ചുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് ധാരാളം പാട്ടുകൾ അറിയാം. അനേകം ഭക്തന്മാരുടെ പാട്ടുകളൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ബംഗാളില് കാളി ഭക്തന്മാരും ഉണ്ടായിരുന്നു ധാരാളം. അതിലൊരു ഭക്തനാണ് രാമപ്രസാദ് എന്ന് പറയുന്ന ഒരു ഭക്തൻ. അദ്ദേഹം കാളിയോട് നേരിട്ട് വർത്തമാനം പറയുന്നതായിട്ടും കാളിയോട് സംവാദം ചെയ്യുന്ന പോലെ അനേകം പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ ശ്രീരാമകൃഷ്ണദേവന് കാണാപാഠമായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് വളരെ സരളമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ കാളിയെ ഇവരൊക്കെ പ്രത്യക്ഷമായി കണ്ടിട്ടുണ്ട്, എനിക്കും കാണാനും സാധിക്കും. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ വിഗ്രഹത്തില് കാളിയെ പ്രത്യക്ഷമായിട്ട് കാണുക. അപ്പൊ വാസ്തവത്തിൽ സാധിക്കുമോ? അവിടെ നിന്നാണ് തുടങ്ങിയത്. ഒരു വിഗ്രഹത്തിൽ നിന്നുമാണ് തുടങ്ങിയത്, വളരെ സ്ഥൂല തലത്തിൽ നിന്നും. അതും ഒരുപക്ഷെ ഭാരതത്തിന്റെ, ഈ ഭാരതദേശത്തിന്റെ തന്നെ ഒരു ഡെസ്റ്റിനി ആയിരിക്കണം. എന്താന്ന് വെച്ചാൽ ബംഗാള് മുഴുവൻ ബ്രഹ്മസമാജക്കാരും ആര്യ സമാജക്കാരും പല സമാജത്തിൽപ്പെട്ട ആളുകളും വിഗ്രഹാരാധന എന്ന് പറയുന്നത് ബാലിശമാണെന്നും ഹിന്ദുമതമായിട്ട് തന്നെ ബാലിശമാണെന്നും കുറച്ച് ക്രിസ്തുമതത്തിനെ കൂട്ടുപിടിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ കാലമാണ്. അതും ഏറ്റവും അധികം എതിർത്തിരുന്നതും നിന്ദിച്ചിരുന്നതും വിഗ്രഹത്തിനെ ആരാധിക്കലാണ്. ആ സമയം ശ്രീരാമകൃഷ്ണദേവൻ ഒരു വിഗ്രഹത്തിനെ വെച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങിയതും. ആ വിഗ്രഹത്തിനെ വെച്ചുകൊണ്ട് തുടങ്ങി ഭ്രാന്ത് പോലെയൊക്കെ പൂജിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരൊക്കെ ദക്ഷിണേശ്വരത്തിലെ ഭ്രാന്തം പൂജാരി എന്നാണ്. അദ്ദേഹം എപ്പോഴാ അമ്പലം തുറക്കുക എപ്പോഴാ അടയ്ക്കുക ഒന്നും അറിയില്ല. നമ്മുടെ ഗുരുവായൂരിലൊക്കെ ഒരു മിനിറ്റ് വൈകിയാൽ പത്രത്തിൽ വരും, വലിയ ചർച്ച അല്ലേ. ശ്രീരാമകൃഷ്ണദേവനെ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ വിട്ടാലേ ഒരു ദിവസം ഗുരുവായൂരപ്പൻ തുറക്കേ ഉണ്ടാവില്ല, ചിലപ്പോ അടുത്ത ദിവസം അടയ്ക്കലുണ്ടാവില്ല, രാത്രിയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പൂജ ചെയ്താൽ നടക്കുവോ? നമ്മളുടെ അമ്പലം പൂജയൊക്കെ അടക്കം നമ്മളുടെ ഒരു ചിട്ടയ്ക്കനുസരിച്ചാണ്. അധ്യാത്മസാധകന്മാർക്ക് അതുകൊണ്ടാണ് പറയണത് സമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണത്. ഇദ്ദേഹം എപ്പോ അമ്പലം തുറക്കുമെന്ന് പറയാൻ പറ്റില്ല, എപ്പോ പൂജിക്കുമെന്ന് പറയാൻ പറ്റില്ല, എപ്പോ അടയ്ക്കെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറയണത് കാളിക്ക് ഉറക്കം വരണു, അതുകൊണ്ട് ഞാൻ നേരത്തെ അടച്ചു. ഒരു ദിവസം രാത്രി മുഴുവൻ തുറന്നു വെച്ചു. ഒരു ദിവസം ഭക്ഷണം നിവേദ്യം താൻ ഭക്ഷിക്കും, ചില ദിവസം പൂച്ചയ്ക്ക് കൊടുക്കും. ഇങ്ങനെ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരികളെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇരുത്തി പൊറപ്പിക്കുമോ? പറയൂ.
അതൊക്കെ കാര്യം ശരി, പക്ഷെ പ്രായോഗികമായിട്ട് നടക്കില്ല എന്ന് പറയും നമ്മള്, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ഭ്രാന്ത് കാണിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. പക്ഷേ പതുക്കെ പതുക്കെ അദ്ദേഹത്തിനെയും ആ യോഗക്ഷേമ ശക്തി സംരക്ഷിച്ചിരുന്നു. മധുരനാഥ് ബാബു ആ അമ്പലത്തിന്റെ മുഴുവൻ മാനേജറായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ അല്ല. അങ്ങനെ ആ വിഗ്രഹാരാധനയിൽ തൊട്ട് തുടങ്ങി. ഉപാസനയാണത്. തന്റെ മുമ്പിൽ എന്ത് കിട്ടിയോ, ശ്രീരാമകൃഷ്ണദേവന് ഈ കാളി എന്നുള്ളത്, കാളിയെ ഉപാസിക്കാൻ പറഞ്ഞപ്പോ കാളിയെ പിടിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം കാളിയെ ഉപാസിച്ചിരുന്ന ആളൊന്നുമല്ല. തന്റെ മുമ്പിൽ കിട്ടിയത് കാളിയാണ്, കാളിയെ ഉപാസിച്ചു. അതിനു മുമ്പ് അദ്ദേഹത്തിനെ ശിവനായിട്ട് വേഷം കെട്ടി ഒരു ശിവരാത്രി ദിവസം രാത്രി നിർത്തി ശിവനെ ധ്യാനിച്ച് സ്വയം മറന്നുപോയി ഭാവസമാധിസ്ഥനായിട്ട് തീർന്നു. ചിലപ്പോ കൃഷ്ണനായിരിക്കും. അദ്ദേഹത്തിന് ഈ സ്വർണത്തിന് വള, മാല, മോതിരം എന്ന രൂപമൊന്നുമില്ലല്ലോ, സ്വർണമേ ഉള്ളൂ, അല്ലേ? നമ്മൾക്ക് വ്യവഹാരപ്രധാനമാകുമ്പോഴാണ് വളയാണോ മാലയാണോ മോതിരമാണെന്ന് പറയണത്. തട്ടാനെ സംബന്ധിച്ച് സ്വർണമാണ് സത്യം. അതേപോലെ ശ്രീരാമകൃഷ്ണദേവന് വൈഷ്ണവമോ ശൈവമോ ശാക്തമോ ഒന്നുമില്ല. അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടിയത് ആ ശക്തിയുടെ മൂർത്തിയാണ്. ആ മൂർത്തിയെ വെച്ചുകൊണ്ട് അംബ, ജഗദീശ്വരി, ബ്രഹ്മമയി, ഇതൊക്കെ ശ്രീരാമകൃഷ്ണദേവന്റെ വാക്കുകളാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും ബ്രഹ്മമയി എന്ന് പറയും. ബ്രഹ്മമയിയാണ് അവൾ. അങ്ങനെ ഉപാസിച്ച് കാളി അദ്ദേഹത്തിന് പ്രത്യക്ഷമായി എന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആസക്തി മുഴുവൻ കാളിയിലായിട്ട് തീർന്നു. ആസക്തി മുഴുവൻ അതേ ശ്രീരാമകൃഷ്ണദേവൻ പിന്നീട് പറയുന്നു, ആ വിഗ്രഹം ശ്വാസപ്രശ്വാസം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. അത് ബാക്കി ആർക്കും കണ്ടില്ല, അദ്ദേഹത്തിനാണ് കണ്ടത്. കാരണം എന്താ? താനേ അതായി തീർന്നിരിക്കുന്നു. താൻ അതായിട്ട് തീർന്നിരിക്കുകയാണ്, ആ വിഗ്രഹമായിട്ട് തീർന്നിരിക്കുകയാണ്. എന്നിട്ടാണ് കാണുന്നത്. എന്നിട്ടാണ് വിഗ്രഹത്തിന് ശ്വാസപ്രശ്വാസം ചെയ്യുന്നതൊക്കെ കാണുന്നത്. തന്റെ ആസക്തി മുഴുവൻ അതിലിട്ടു. കുറച്ചുകാലം ആ കാളിയെ വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ തപസ് ചെയ്തു. നമുക്കിപ്പോ ശ്രീരാമകൃഷ്ണദേവൻ അല്ല വിഷയം, നമ്മളാണ്. എന്നാലും ഞാൻ ശ്രീരാമകൃഷ്ണദേവനെ ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ നമുക്കൊരു വിഷയമാണ് ഇപ്പൊ ഇവിടെ, നമ്മളെ നമുക്ക് കണ്ടെത്താനായിട്ട്. അദ്ദേഹം കാളി എന്നുള്ള ഒരു മൂർത്തിയും കാളി എന്നൊരു മൂർത്തി പ്രത്യേകമാണെന്നൊന്നും ധരിച്ചുകൊണ്ടല്ല ഉപാസന ചെയ്തത്. അത് നല്ലവണ്ണം നമുക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാവം കാണുമ്പോൾ അറിയാം. അദ്ദേഹം എന്നോ സത്യം ദർശിച്ച ആളാണ്. ഒരുപക്ഷെ കാളിയെ ഉപാസിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവന്റെ വാക്കിൽ തന്നെ പറഞ്ഞാൽ ആദ്യം ഫലിച്ചിട്ടാണ് പിന്നെ പൂക്കുക എന്ന് പറയും. അതായത് ആദ്യ അനുഭവം ഉണ്ടാവും, പിന്നെയാണ് അനുഭവം പരിപൂർണമാവുക. അദ്ദേഹത്തിന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോ 6-7 വയസ്സ് പ്രായമുള്ളപ്പോ തന്നെ ഒരു ദിവസം ആകാശത്തിലെ കൊക്കുകൾ പറന്നു പോകുന്നത് കണ്ടപ്പോ ശരീരപ്രജ്ഞയൊക്കെ വിട്ടുപോയി, ബാഹ്യപ്രജ്ഞ ഇല്ലാതെ ആയി. ഒരു തരത്തിൽ ഒരു സമാധിസ്ഥിതി അദ്ദേഹത്തിന് ആദ്യമായിട്ടുണ്ടായി. യോഗസമാധിക്കും ജ്ഞാനസമാധിക്കും വ്യത്യാസമുണ്ട്. പലർക്കും ഉണ്ടാവും, പല ആളുകൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ചിലപ്പോഴൊക്കെ ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴോ പ്രകൃതിയിലെ സൗന്ദര്യം നിരീക്ഷിക്കുമ്പോഴോ കവികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അത് ജ്ഞാനമായിട്ട് മാറണില്ല. അല്പനേരത്തേക്ക് ഉണ്ടായിട്ട് അത് പോകും. അവരത് വെസ്റ്റേൺ പോയിറ്റ്സൊക്കെ എക്സ്റ്റസി, ട്രാൻസ് എന്നൊക്കെ അതിന് പേര് കിട്ടും. അത് യോഗസമാധിയാണ്. യോഗസമാധി സത്യത്തിന്റെ ഒരു വീക്ഷണമാണ്. നമ്മൾക്ക് യോഗ്യത വന്നിട്ടില്ലെങ്കിലും ഇടയ്ക്ക് കുളത്തിലുള്ള പായലൊക്കെ നീങ്ങിയാൽ വെള്ളം കാണപ്പെടുന്ന പോലെ ഏതോ ഒരു ദിവ്യമുഹൂർത്തത്തിൽ നമുക്ക് സത്യദർശനം ഉണ്ടാവുന്നതാണ്. സമാധി എന്ന് വെച്ചാൽ എന്താ? ശരീരം, മനസ്സ്, ബുദ്ധി, ഞാൻ എന്ന വ്യക്തിത്വം ഇതൊന്നും ഇല്ലാതായി ശുദ്ധമായ പ്രജ്ഞാനം, ബോധം തെളിഞ്ഞ് പ്രകാശിക്കലാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായതാണ് പലവട്ടം.
അദ്ദേഹം അത് ബീജരൂപത്തിൽ കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തിൽ ആ ബ്രഹ്മാനുഭവത്തിന്റെ ബീജമുള്ളിൽ കടന്നിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ ഈ കാളിയെ ഉപാസിക്കാൻ പുറപ്പെട്ടു. തന്റെ ഉള്ളിലുള്ള അനുഭവത്തിനെ താൻ തന്നെ കണ്ടെത്താൻ കുറച്ചു കാലം പിടിക്കും. പിന്നീടാണ് ഈ കാളിയെ ഉപാസിക്കലും കാളിയിലൂടെ തന്റെ ഏകാഗ്രപ്പെട്ട മനസ്സിനെ യോഗസ്ഥിതിയിൽ നിർത്തുകയും ഒക്കെ ചെയ്തു, ഉപാസന ചെയ്തു. കാളി തന്റെ സർവസ്വമായിട്ട് തീർന്നു. കാളിയുടെ അടുത്ത് വർത്തമാനം പറയാ. കാളി ചോദിച്ചാ ഉത്തരം പറയൂ അത്ര. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആ ഉത്തരം പറയണത് പുറത്തുള്ള കാളിയല്ല, ഉള്ളിലുള്ള അന്തർയാമി തന്നെയാണ്. വേറെ ആരും ചോദിച്ചാൽ ആ കാളി ഉത്തരം പറഞ്ഞില്ലല്ലോ. വിവേകാനന്ദ സ്വാമികൾ പിന്നീട് പറയും, ഞാൻ പലവട്ടം എന്റെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് എവിടുന്നെങ്കിലും സഹായം കിട്ടണമെന്ന് യാചിച്ചു. അപ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പുറത്ത് എവിടുന്നുമല്ല, എന്റെ ഉള്ളിൽ നിന്ന് തന്നെ. എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അകമേണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അകമേണ്ട്. നമ്മൾ ഉപാസിക്കുന്ന ദേവതകളൊക്കെ നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളുടെ അന്തര്യാമിയെ തന്നെയാണ് ആ ദേവതയായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ആദ്യം ആ ഭാവത്തിൽ ആ ദേവതയെ ഉപാസിച്ചു, കാളിയെ ഉപാസിച്ചു, കാളിയെ പ്രത്യക്ഷമായി കണ്ടു. അത് കഴിഞ്ഞതും അധ്യാത്മയാത്രയ്ക്ക് നമ്മൾ ഒരു സ്റ്റേജ് എത്തിയാൽ അടുത്ത സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആള് വരും. ഗുരുവില്ല എന്ന് പറഞ്ഞ് ആരുടെയും അധ്യാത്മ സാധന വിഘ്നം വരില്ല. ഗുരു നമ്മൾ ഉണ്ടാക്കുന്നതോ നമ്മളുടെ സാമർത്ഥ്യം കൊണ്ട് കണ്ടുപിടിക്കുന്നതോ അല്ല. നമ്മൾ ഏത് മെച്യൂർ സ്റ്റേറ്റിൽ ഇരിക്കുന്നു അവിടുന്ന് നമ്മൾക്ക് കൂട്ടിക്കൊണ്ടുപോവാനുള്ള ഏർപ്പാടുകളൊക്കെ പ്രകൃതിയിലുണ്ട്. കാരണം പ്രകൃതിയുടെ മുഖ്യ ഉദ്ദേശം തന്നെ ഏതെങ്കിലും ഒരു ജീവൻ പൂർണ്ണമാവുക എന്നുള്ളതാണ്. പൂർണ്ണമാവാൻ ഒരു ജീവൻ തയ്യാറെടുത്താൽ ആ ജീവനെ വഴി നടത്തിക്കൊണ്ടുപോവാൻ വേണ്ടതൊക്കെ പ്രകൃതി ചെയ്തോളും. അതാണ് പ്രകൃതിയുടെ അനുഗ്രഹശക്തി എന്ന് പറയുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ആ അനുഗ്രഹശക്തി സദാശിവതത്വം, ആ സദാശിവതത്വം ഏതെങ്കിലും രൂപത്തിൽ വന്ന് വഴി കാണിക്കും. നമ്മളെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ശ്രീരാമകൃഷ്ണദേവൻ ഈ കാളിയുടെ ആരാധന പൂർണ്ണമായ ഘട്ടത്തിൽ ഓരോ ഗുരുക്കന്മാരായിട്ട് വരികയായി. അതുമാത്രമല്ല, ഈ ഉപാസനയുടെ എഫക്ട് പലവിധത്തിലും രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കി ശരീരത്തിൽ അതിന് പരിഹാരം കാണിച്ചു കൊടുക്കാൻ വേണ്ട ആളുകളും ഒക്കെ മുമ്പിൽ വന്നെത്തി. ഭൈരവി ബ്രാഹ്മണി, ആ ഭൈരവി ബ്രാഹ്മണി വന്ന് പലവിധത്തിലുള്ള അധ്യാത്മ ഉപാസനകളൊക്കെ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു ജടാധാരി ഒരാൾ ഒരു രാമന്റെ വിഗ്രഹത്തിനെയും കൊണ്ടുവന്നു. നോക്കണം, കാളി രാമൻ എന്നൊന്നും ഭേദമില്ല. ആ രാമനെ വെച്ച് ഉപാസിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ഇതൊക്കെ കളഞ്ഞിട്ട് ഒരു നഗ്നൻ, ഒരു അവധൂതൻ അവിടെ വന്നെത്തി. തോത്താപുരി എന്ന് പറയുന്ന ഒരു അവധൂതൻ. ആ അവധൂതൻ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടതും അദ്ദേഹത്തിന് മനസ്സിലായി, പഴുത്ത പഴമായിട്ട് ഇവിടെ ഒരാളിരിക്കണം. അദ്ദേഹം തീരുമാനിച്ചു, ഇദ്ദേഹത്തിന് ബ്രഹ്മോപദേശം ചെയ്യാനായിട്ടാണ് എന്നെ ഇവിടെ പറഞ്ഞയച്ചിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞു, തനിക്ക് ഞാൻ ബ്രഹ്മോപദേശം ചെയ്യാം. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് വരട്ടെ. അദ്ദേഹം പോയി ചോദിച്ചിട്ട് വന്നു. ദക്ഷിണേശ്വര അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇന്ന് ആ സ്ഥലമൊക്കെ കാണാം, എവിടെയാ അവര് ഇരുന്നതും ഒക്കെ. തോത്താപുരി മഹാവാക്യം ഉപദേശിച്ചു ശ്രീരാമകൃഷ്ണദേവന്. വാക്യത്തിന്റെ പൊരുളാണ് താൻ ഉപാസിച്ച കാളി എന്ന് പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ പറയും. അവൾ ബ്രഹ്മമയിയാണ്, അവൾ ജ്ഞാനസ്വരൂപിണിയാണ്. മഹാവാക്യം ഉപദേശിച്ചപ്പോ ശരിക്കും ഒരു വട്ടം ശ്രവണം ചെയ്താൽ വേദാന്തം പറയണ ഒരു ആശ്ചര്യം അതാണ്. നമ്മൾ പക്വമാണെങ്കിൽ, കർപ്പൂരമാണെങ്കിൽ തീയിൽ ഇടുമ്പോഴേക്കും പിടിക്കും അല്ലേ? വിറകാണെങ്കിൽ ഈർപ്പുണ്ടെങ്കിൽ പിടിക്കില്ല, കുറച്ച് ഉണക്കണം. അല്ല, ഉണങ്ങിയ വിറകാണെങ്കിൽ പിടിച്ച് കുറെ നേരം കത്തും. വാഴത്തണ്ടാണെങ്കിലോ ഉണ്ണിത്തണ്ടാണെങ്കിലോ പിടിക്കില്ല. ആളുകളും അതുപോലെയാണ്. കാര്യം ആധ്യാത്മികം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഉപാസന കൊണ്ട് നിശ്ചിതമായാൽ, നമ്മളുടെ ചിത്തം ശുദ്ധമായാൽ, ഒരു വട്ടം സത്യം കേട്ടാൽ നമ്മൾ പരമഹംസന്മാരാവും. ചിത്തശുദ്ധിയാണ് മുഖ്യം.
ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാം. രമണ മഹർഷിയുടെ ജീവിതമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണില്ല. അദ്ദേഹത്തിന്റെ ഉപാസനയൊന്നും പുറത്തേക്ക് ഒന്നും കാണില്ല. അതൊക്കെ ഏതോ ജന്മത്തിൽ കഴിഞ്ഞതാണ്. ചിക്കൻ അങ്ങോട്ട് പിടിച്ചു, ഒക്കെ കഴിഞ്ഞു, അവസാനിച്ചു. ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതത്തിൽ നോക്കിയാൽ ഒരു പ്രാകൃതമായ തലം മുതൽ പാരമാർത്ഥികമായ പരമഹംസസ്ഥിതി വരെ അദ്ദേഹം ജീവിച്ച് കാണിച്ചു തരുന്നുണ്ട്. ലക്ഷ്യം എന്താണെന്നും കാണിച്ചു തരുന്നുണ്ട്. പലവിധത്തിലുള്ള ഉപാസനകളും ചെയ്ത് അവസാനം ഈ തോത്താപുരി വരികയും തോത്താപുരി മഹാവാക്യോപദേശം ചെയ്യുകയും ചെയ്യാണ്. ഒരു കുടിയിൽ പിടിച്ചിരുത്തി ശ്രീരാമകൃഷ്ണദേവന് മഹാവാക്യം ഉപദേശിച്ചു കൊടുത്തു. ധ്യാനിക്കാൻ പറഞ്ഞു. എന്താ ധ്യാനിക്കാൻ പറഞ്ഞു? മഹാവാക്യം ഉപദേശിച്ചു പറഞ്ഞു, ഈ ശരീരം നീയല്ല, ഈ മനസ്സ് നീയല്ല, ഉള്ളിൽ ഒരു ചിത്ത് കാണപ്പെടുന്നുണ്ടല്ലോ, ആ ചിത്തിനെ ധ്യാനിക്കൂ. ഏതൊന്നാണോ ഉള്ളിലിരുന്ന് ഞാൻ എന്ന അനുഭവരൂപത്തില് പ്രകാശിക്കുന്നത് അതാണ് ബ്രഹ്മം, അക്ഷരം. അതിനെ ധ്യാനിക്കൂ. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, എനിക്ക് ധ്യാനിക്കാൻ വിഷമമില്ല, പക്ഷെ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ കാളി മുമ്പിൽ വരണം. വേറെ അങ്ങോട്ടും പോണില്ല ചിത്തം. ഏകാഗ്രപ്പെട്ടതുകൊണ്ട് അനേക വിഷയങ്ങളിലേക്കൊന്നും ചിത്തം പോണില്ല. പക്ഷെ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ അലൗകികമായ ആ സൗന്ദര്യത്തോടുകൂടിയുടെ കാളിയുടെ രൂപം ധ്യാനിച്ചുറപ്പിച്ചതാണ് താനെ. അത് മുമ്പിൽ വരണം, പ്രത്യക്ഷമായിട്ട് കാണുന്നു. തോത്താപുരി പറഞ്ഞു, ഈ കാളിയെ കാണുന്ന ആളാരാ? ഇപ്പൊ കാളി ഇവിടെ ഉണ്ടോ? നമ്മള് ഗംഗയുടെ തീരത്തിലാണ് ഇരിക്കണത്. ഇവിടെ കാളിയുടെ വിഗ്രഹമൊന്നുമില്ലല്ലോ. പിന്നെ ഈ കാളി എവിടെ വന്നു? തന്റെ ഉള്ളിലല്ലേ വരണത്. തന്റെ ഉള്ളിലുള്ള ബോധത്തിലല്ലേ ഈ കാളിയുടെ രൂപം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഈ കാളി ആരാ? നീ തന്നെയാണ്. നിന്റെ ബോധം തന്നെയാണ്, നിന്റെ സ്വരൂപം തന്നെയാണ് ഈ കാളിയുടെ വേഷം കെട്ടി നിൽക്കുന്നത്. അപ്പൊ കാളി അന്തര്യാമി, ഉള്ളിലുള്ള ഞാൻ എന്ന ബോധം തന്നെയാണ് കാളിയായി പ്രകാശിക്കുന്നത് എന്ന് അറിഞ്ഞ് ആ രൂപത്തിനെ വിട്ടിട്ട് ആ രൂപത്തിന് പുറകിലുള്ള ദ്രഷ്ടാവില് നിർത്തൂ ശ്രദ്ധയെ. ശ്രീരാമകൃഷ്ണദേവന് സാധിക്കണില്ല. അദ്ദേഹം പറഞ്ഞു, ഏകാഗ്രപ്പെട്ട് മനസ്സ് അതിൽ സുഖിച്ചു. ഏതിൽ സുഖിച്ചു അതിന് വിട്ടുവരില്ല. പക്ഷെ വേറെ എവിടേക്കും പോണില്ല മനസ്സ്. അനേക വിഷയങ്ങളിലേക്ക് ചലിക്കുന്ന മനസ്സ് കാളിയുടെ രൂപത്തിൽ നിന്നു. അപ്പൊ തോത്താപുരി ഒരു പണി ചെയ്തു. അത്രയും ഒരു കുപ്പിച്ചില്ലെടുത്തിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ ഭ്രൂമധ്യത്തില് കുത്തിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഭ്രൂമധ്യത്തില് ധ്യാനിക്കൂ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് കഥ, ശ്രീരാമകൃഷ്ണദേവന്റെ കഥയിൽ. അതെന്തോ ആവട്ടെ, അതോടുകൂടെ ശ്രീരാമകൃഷ്ണന്റെ ശ്രദ്ധ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ വിട്ട് തന്റെ ഉള്ളിലുള്ള ശുദ്ധമായ ചിത്തില് ഉറച്ചു. ചിത്തിൽ ഉറച്ചു എന്ന് വെച്ചാൽ ഒരു ഭാവനാത്മകമായൊരു അനക്ഡോട്ട് പറയാം. ഒരു ആശ്രമത്തില് വേദാന്ത പാഠം നടക്കാം. കുറെ ശിഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ ഗുരു ഉപനിഷത്ത് പാഠം ചൊല്ലിക്കൊടുക്കാൻ അവർക്കൊക്കെ പറഞ്ഞുകൊടുത്തു. നമ്മളുടെ ഉള്ളിൽ എല്ലാ ദൃശ്യത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷിയുണ്ട്. ആ സാക്ഷിയിൽ ശ്രദ്ധ പതിയ, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ സാക്ഷിയിൽ ശ്രദ്ധ പതിഞ്ഞാൽ പൂർണ്ണമായി. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അത്രയും. അതിലൊരു ശിഷ്യൻ ഒരു ദിവസം നദിയിൽ വെള്ളമെടുക്കാൻ പോയ സമയത്ത് മനസ്സ് വളരെ പ്രസന്നമാണ്, ശാന്തമാണ്. കുറച്ചു നേരം അവിടെ അങ്ങോട്ട് കണ്ണടച്ച് ഇരുന്നു. അദ്ദേഹത്തിനെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ശ്രദ്ധ ഉണരുകയും ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്യുകയും എന്തോ എല്ലാം മറന്ന് ആത്മനിഷ്ഠമാവുകയും ചെയ്തു. ആ സമാധി അനുഭവം ഉണ്ടായി. ഇതൊരു ഭാവനാത്മകമായ കഥയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വെള്ളമെടുത്തുകൊണ്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് വരുമ്പോ ആശ്രമം ഒന്നും പഴയ പോലെയില്ല, ഒക്കെ മാറിപ്പോയിരിക്കുന്നു. അവിടെയുള്ള ആളുകളൊക്കെ പുതിയ പുതിയ ആളുകളായിട്ട് കാണപ്പെടുന്നു. ഇദ്ദേഹത്തിന് കുറച്ചു നേരത്തേക്ക് ഒന്നും പിടികിട്ടിയില്ല. പിന്നെ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്,
ഒരു 100 വർഷം കഴിഞ്ഞു പോയിരിക്കണമെന്നാണ്. പരയിടപാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം, അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് പരാ അപര എന്ന് രണ്ടുണ്ട്. അപര എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം അപരയാണ്. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, സങ്കൽപ്പിക്കുക, അഭിമാനിക്കുക, ഇതൊക്കെ കൂടി ചേർന്നതിനാണല്ലോ നമ്മൾ എന്ന് പറയണത്, അല്ലേ? ഇതിൽ നിന്നൊക്കെ വിട്ട് ഈ കാണുന്നവൻ തന്റെ നേരെ തിരിഞ്ഞ് ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്, ഇതിനൊക്കെ പുറകിൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം മാത്രമായിട്ട് ഒരു ചിത്തമുണ്ട്. നമുക്കൊക്കെ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അത് മാത്രമാണ്, ഞാനുണ്ട്. ഞാൻ എന്ന അനുഭവം എല്ലാവർക്കും സിദ്ധമായിട്ടുണ്ട്. അതിനാണ് ചിത്ത് എന്ന് പറയുന്നത്. ആ ചിത്തിൽ നിന്നാണ് ഈ അപരാപ്രകൃതി. അപരാപ്രകൃതിയാണ് ശക്തി. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ ചിത് അഗ്നികുണ്ഡ സംഭൂതായൈ നമഃ എന്നൊരു നാമം. ചിത്താവുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നും പൊന്തി വരുന്നവൾ, ചിത്താവുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നുമാണ് അവൾ ഉദിക്കുന്നത്. ആ ചിത്തിനെ ഒരു അഗ്നിയായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നും സ്പാർക്സ് പോലെയാണ് ഈ ചിത്തവൃത്തികൾ, അഹങ്കാരം ഒക്കെ പൊന്തി ശരീരവും പ്രപഞ്ചവും ഒക്കെ ഉദ്ഭവിക്കുന്നത്, അല്ലേ? ഉപനിഷത്ത് തന്നെ അങ്ങനെയാണ് പറയുന്നത്. യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തെ സരൂപാഃ തദാക്ഷരാത് സൗമ്യഭാവാഃ പ്രജായന്തെ തത്ര ചൈവാപി യന്തി. യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തെ സരൂപാഃ. ഒരു അഗ്നി, നല്ലവണ്ണം കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും വിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്ന പോലെ ആ അകമേ നമ്മളുടെ ഉള്ളിൽ നമ്മളെന്ന് നമ്മൾ പറയുന്ന ആ ബോധം, ഞാൻ 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 എന്ന അനുഭവം, ആ അനുഭവത്തിനെയാണ് ചിത്തെന്ന് പറയുന്നത്. അത് ജഡമല്ല, അത് ചൈതന്യമാണ്. അതിന് അനുഭവം എന്ന് പേര് അതിനു മാത്രമാണ്. ഇപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നുവല്ലോ, ഇത് അനുഭവമല്ല, ഐന്ദ്രിയ വിഷയമാണ്. പക്ഷെ ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഇന്ദ്രിയ വിഷയമല്ല, മാനസികമല്ല, അത് അനുഭവമാണ്. അതിനാണ് ചിത്തെന്ന് പേര്, അതിനാണ് പര എന്ന് പേര്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ മനസ്സുകൊണ്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി മനസ്സിനെ വശത്തിലാക്കി ആ ചിത്താവുന്ന അഗ്നികുണ്ഡത്തിൽ മനസ്സിനെ ഹോമിച്ചാലല്ലാതെ ചിത്ത് നമുക്ക് പ്രകാശിക്കില്ല. ചിത്തിൽ ആനന്ദമുണ്ട്, ചിദാനന്ദം എന്നുള്ളതും ഉണ്ട്. ചിദാനന്ദം തന്നെയാണ് നമുക്കിപ്പോ വിഷയാനന്ദമായിട്ട് കിട്ടുന്നത്. കണ്ണുകൊണ്ട് കണ്ടാസ്വദിക്കുന്നു, ചെവി കൊണ്ട് കേട്ടാസ്വദിക്കുന്നു, മൂക്കുകൊണ്ട് മണത്താസ്വദിക്കുന്നു, നാവുകൊണ്ട് രുചിച്ചാസ്വദിക്കുന്നു. ചിത്തില്ലെങ്കിൽ ഈ കണ്ണും മൂക്കും ഒന്നും ഉണ്ടായിരുന്നിട്ടും ആസ്വദിക്കില്ല. ശവത്തിന്റെ മുമ്പിൽ ഡാൻസ് ചെയ്തിട്ടോ പാട്ടുപാടിയിട്ടോ പായസം കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. ചിത്താണ് കണ്ണിലൂടെ കാഴ്ചയായി പെരുകുകയും ചെവിയിലൂടെ ശബ്ദമായി പെരുകുകയും മൂക്കിലൂടെ മണമായി പെരുകുകയും നാവിലൂടെ രുചിയായി പെരുകുകയും ത്വക്കിലൂടെ സ്പർശമായി പെരുകുകയും ആകാശമായും വായുവായും അഗ്നിയായും ജലമായും പൃഥ്വിയായും ഒക്കെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്നത് ഒരേ ഒരു ചിത്താണ്. ആ ചിത്തിനെയാണ് ശിവൻ എന്ന് പറയുന്നത്. ആ ചിത്താണ് നമ്മളുടെ ഒക്കെ സെന്ററിൽ ഇരുന്ന് ഇപ്പൊ എന്നിലിരുന്നു കൊണ്ട് പറയുന്നതിന് സാക്ഷിയായും നിങ്ങളിലിരുന്നു കൊണ്ട് കേൾക്കുന്നതിന് സാക്ഷിയായും ഇരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോ എന്തെങ്കിലും ആനന്ദമോ ശാന്തിയോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചിത്തിൽ നിന്നാണോ ഊറി വരുന്നത്. എനിക്ക് പറയുമ്പോ ഒരാനന്ദം ഉണ്ടാവണമെങ്കിൽ ചിത്തിൽ നിന്നാണ് വരുന്നത്. ആനന്ദവും ശാന്തിയും ഒക്കെ ചിത്തിലിനെ വരുള്ളൂ. ചിത്തിന് ചിത്ത് ബോധമാണ്, ചിത്ത് ചൈതന്യമാണ്. ആ ചിത്ത് പ്രകാശിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നത്. പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് ചിത്ത്. ആ ചിത്തിനെയാണ് നമ്മൾ ഭഗവാൻ, കൃഷ്ണനെന്നും ശിവനെന്നും ഒക്കെ പറയണത്. അതൊക്കെ ചിത്രീകരിച്ച് സിംബൽസ് ഒക്കെ പുറത്തു വന്നു കഴിയുമ്പോ നമുക്ക് പിന്നെ അതിന്റെ മൂലരൂപത്തിലേക്ക് പോകാൻ ഒരുപാട് വിഷമുണ്ട്. സിംബൽസ് ഒക്കെ ഭാവനാത്മകമായി നമുക്ക് പുറത്ത് രൂപം ധരിച്ചു വന്നു കഴിയുമ്പോ ഒരുപാട് വിഷമങ്ങളുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ചിത്തിനെയാണ് അധ്യാത്മദീപ എന്ന് ഭാഗവതത്തിൽ കൃഷ്ണനെ പറയണു.
അങ്ങ് ഉള്ളിലുള്ള അധ്യാത്മദീപമാണ്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. ആ ചിത്തിൽ നിന്നുമാണ് പ്രപഞ്ചം ഉണ്ടാവണത്. ചിത്താണ് സത്യവസ്തു. ആ ചിത്തിൽ ശ്രദ്ധ പതിഞ്ഞു കഴിയുമ്പോഴാണ് നിർവികൽപ്പമായ യോഗമോ ബോധമോ ഉണ്ടാവണത്. ശ്രീരാമകൃഷ്ണദേവന് 3 ദിവസത്തേക്ക് അദ്ദേഹം ആ സ്ഥിതിയിൽ തന്നെ ഇരുന്നു എന്നാണ് തോത്താപുരി ഉപദേശിച്ചപ്പോ. 3 ദിവസം ഇരുന്നാലോ 3 സെക്കൻഡ് ഇരുന്നാലോ 1 സെക്കൻഡ് അത് സ്പാർക്ക് ചെയ്തു പോയാലോ പോലും ജ്ഞാനുണ്ടായി പോവും. പക്ഷെ ശ്രീരാമകൃഷ്ണദേവന്റെയും രമണ മഹർഷിയുടെയും ഒക്കെ സ്ഥിതിയിൽ കാണാം, അവർ പല ദിവസങ്ങളും അനേക ദിവസങ്ങൾ അങ്ങനെ മറന്നിരുന്നിട്ടുണ്ട്. രമണ മഹർഷി തിരുവണ്ണാമലയിൽ വന്ന് അരുണാചലേശ്വര ക്ഷേത്രത്തിൽ പാതാളലിംഗം ഗുഹയില് എത്ര ദിവസം ഇരുന്നു എന്ന് ആർക്കും ഒരു കണക്കൊന്നുമില്ല. ഒരു ദിവസം അദ്ദേഹത്തിനെ കണ്ടു, അത്രയേ ഉള്ളൂ. ശേഷാദ്രി സ്വാമികൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അവിടെ ഉള്ള പണിക്കാര് കുറെ ആളുകളോട് പറഞ്ഞു, ഉള്ളില് ഒരു സ്വാമി ഇരിക്ക്, പോയി പാര് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അദ്ദേഹത്തിന് ആ ഇരുപ്പാണ്. പിന്നീട് അദ്ദേഹം എല്ലായിടത്തും നടക്കുകയും വ്യവഹരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ താൻ ആ ചിത്തിൽ നിഷ്ഠമാണ്. ആ ചിത്തിൽ ഇരുന്നു കൊണ്ടാണ് ലോകത്തിൽ വ്യവഹരിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ അത് പറഞ്ഞു, പട്ടണത്തിൽ വന്നിട്ട് ലോഡ്ജ് എടുത്ത് ബാഗൊക്കെ വെച്ച ശേഷം പട്ടണം കാണാൻ പോകുന്ന ആളെ പോലെ തന്റെ ഉള്ളിലുള്ള യഥാർത്ഥ കേന്ദ്രം കണ്ടെത്തിയ ശേഷം ലോകത്തിൽ വ്യവഹരിച്ചാൽ അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത്രയും ജ്ഞാനനിഷ്ഠ ഉണ്ടായ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ വിളിച്ചുകൊണ്ടുവന്നു, തന്റെ കൂടെ താമസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ താന്ത്രിക ഗുരുവായ ഭൈരവി ബ്രാഹ്മണി പറഞ്ഞു, സ്ത്രീകളെ ഒന്നും അടുത്ത് താമസിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശണ്ടയൊക്കെ ഉണ്ടാക്കി ഭൈരവി ബ്രാഹ്മണി. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ജഗദീശ്വരി എനിക്ക് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാം ഒന്നാണ്. അവൾ എന്റെ ധർമ്മപത്നിയാണ്, അവളോട് എനിക്ക് കടപ്പാടുണ്ട്. എന്റെ ധർമ്മത്തിനെ നിഷേധിച്ചിട്ട് എനിക്ക് ആ പൂർണ്ണത്തിൽ ഇരിക്കാൻ പറ്റില്ല. ഇതൊന്നും എന്റെ ജ്ഞാനത്തിന് തടസ്സമല്ല എന്ന് തോത്താപുരി പറഞ്ഞു തന്നിട്ടുണ്ട്. തോത്താപുരി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, എന്നെ ഇനി ഒന്നും ബാധിക്കില്ല, ഒന്നും തടസ്സം ചെയ്യില്ല. ഈ ഭൈരവി ബ്രാഹ്മണിയൊക്കെ ഉപാസകന്മാരായിരുന്നു. അവർക്കൊക്കെ ഈ നടുവിലുള്ളവർക്കൊക്കെ പേടി ഒക്കെ പോയി പോകും, നഷ്ടപ്പെട്ടു പോകും. ശാരദാദേവിയെ കൊണ്ടുവന്ന് തന്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. സർവ്വസാധാരണമായിട്ടിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അന്നത്തെ കാലത്തേക്ക് നോക്കിയാൽ ലക്ഷൂറിയസ് ആയിട്ടിരുന്നു എന്ന് വേണം പറയാൻ. ആ മുറിയൊക്കെ നല്ല മുറി. അന്നൊന്നും ആ സാധാരണ ആളുകൾക്ക് പോലെ അത്ര സൗകര്യമൊന്നുമില്ല. ഒരു കട്ടില്, അതില് കൊതുക് വല, നല്ല ചെരുപ്പ് ഒക്കെ ഇട്ടിട്ട് സാധാരണമായിട്ടാണ് ഇരുന്നത്. ഇന്നത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നും. ആകെപ്പാടെ ശ്രീരാമകൃഷ്ണദേവൻ പുറം വ്യവഹാരം ചെയ്തില്ല, ധനത്തിനെ തൊട്ടില്ല, പണത്തിനെ തൊട്ടില്ല. പണം തൊട്ടിട്ടില്ലെങ്കിൽ വ്യവഹാരമൊക്കെ നടക്കും. അദ്ദേഹം പറയും, അവരുടെ അടുത്ത് കൊടുക്കൂ, ഇത്ര കാശ് കൊടുക്കൂ, കുതിരവണ്ടിക്കെന്നൊക്കെ പറയും. അതൊക്കെ വ്യവഹരിക്കും. താൻ ഒന്നിലും പറ്റില്ല. തന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി തനിക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നറിഞ്ഞു, സഹജമായി തീർന്നു. പിന്നെ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്ഥിതിയിൽ അദ്ദേഹം പറയണത്, ജഗദംബിക എന്നോട് പറഞ്ഞു, ദാസഭാവത്തിലോ യന്ത്രയന്ത്രി ഭാവത്തിലോ കുട്ടിയായിട്ടോ ഒക്കെ ഇരിക്കും. ഒരു ഭേദമില്ലെങ്കിലും ഒരു ഭേദത്തിനെ അംഗീകരിച്ചുകൊണ്ട് ശരീരതലത്തിൽ വന്ന് താൻ ഉപാസന ചെയ്തതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോ ആനന്ദത്തിന് കാരണമായിട്ട് തീർന്നു. അത്രയേ ഉള്ളൂ. ദേവിയെ പാടുന്നതും കൃഷ്ണനെ പാടുന്നതും ഒക്കെ ആയിട്ട്. പിന്നെ തന്റെ അടുത്ത് വരുന്ന അപ്പോ എന്താവും, ഏതേത് ഉപാസനയുള്ള ആളുകൾക്കും വഴി കാണിച്ചു കൊടുക്കാൻ സാധിക്കും. താൻ ആ ഉപാസനയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും ഈ ലക്ഷ്യത്തിലേക്ക്. സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അതും വളരെ വിചിത്രമാണ്. ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് വന്ന് ഒരമ്മ പറയുന്നു, എനിക്ക് വൃന്ദാവനത്തിൽ പോയി കൃഷ്ണനെ ആരാധിക്കണമെന്ന് വളരെ കാലമായി മോഹിച്ചിരിക്കുകയാണ്, പക്ഷെ പോവാൻ കഴിയണില്ല. ശ്രീരാമകൃഷ്ണദേവൻ ആദ്യം പറഞ്ഞു, എന്തുകൊണ്ട് പോവാൻ പറ്റണില്ല? വയസ്സായില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പോയിക്കൂടെ? അവര് പറഞ്ഞു, അതൊക്കെ ശരി, പക്ഷെ ഈ വീട്ടിൽ ഈ പേരക്കുട്ടി ഉണ്ടല്ലോ, ആ പേരക്കുട്ടിയെ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോവാൻ മനസ്സ് വരണില്ല. ശ്രീരാമകൃഷ്ണൻ ആദ്യം പറഞ്ഞു കൊടുത്തു, ഇതൊക്കെ ആസക്തിയാണ്, ഇതൊക്കെ ഉപേക്ഷിച്ച്
ഇതൊക്കെ എല്ലാ കാലത്തും നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞു നോക്കി. പിന്നെ അവർ പറഞ്ഞു, ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ ഈ ആസക്തി ഞാൻ അവിടെ പോയാലും ഞാൻ ഓർക്കും. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യൂ, ആ കുട്ടിയെ തന്നെ കൃഷ്ണനായിട്ട് ഉപാസിക്കൂ. ഇതാണ് ഇന്നലെ പറഞ്ഞ കാര്യം. നമുക്ക് എവിടെ ആസക്തി ഉണ്ടോ ആസക്തിയെ നിഷേധിച്ചിട്ട് കാര്യമില്ല. ആ ആസക്തി ഏത് വസ്തുവിലുണ്ടോ ആ വസ്തുവിനെ ഭഗവത് സ്വരൂപമായി കണ്ടു തുടങ്ങും. അതിൽ ഈശ്വരനെ ആരോപിക്കൂ. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥാഹ മാ ഗൃധ കസ്യ സ്വിദ്ധനം. അവിടെ എന്തിനാ ത്യാഗം ചെയ്യേണ്ടത്? ജഗത്തിനെ എങ്ങനെ വിടും? ലോകത്തിനെ എങ്ങനെ ഉപേക്ഷിക്കും? സന്യാസമെടുത്ത് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ സന്യാസാശ്രമമാണ്, സന്യാസികളൊക്കെ ഉണ്ട്, അവർക്കും അറിയാം ഈ തത്വം. സന്യാസത്തിനെ നിഷേധിക്കലല്ല, സന്യാസം എന്നുള്ളതും ഈ തത്വജ്ഞാനം നമുക്ക് അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് സന്യാസവും. പക്ഷെ യഥാർത്ഥത്തിലെ സന്യാസം എന്താ? ശ്രീശങ്കരൻ ഗീതാഭാഷ ആരംഭിക്കുമ്പോൾ ജ്ഞാനം സന്യാസലക്ഷണം എന്നു. സന്യാസം എങ്ങനെ സാധിക്കും? ലോകത്തിലിരിക്കുമ്പോ സന്യസിക്കുക എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക എന്നാണല്ലോ അർത്ഥം. സർവം ഉപേക്ഷിച്ചാലേ ശാന്തി ഉണ്ടാവുള്ളൂ എന്നാണ്. എങ്ങനെ സർവം ഉപേക്ഷിക്കും എന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു, ത്യാഗോ ഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ വിദുഃ. ത്യാഗഃ പ്രപഞ്ചരൂപസ്യ ബ്രഹ്മാത്മത്വ അവലോകനാത് ത്യാഗോ ഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ വിദുഃ എന്നാണ്. പ്രപഞ്ചത്തിന് എങ്ങനെ ത്യാഗം ചെയ്യും എന്ന് വെച്ചാൽ എവിടെ പോയാലും പ്രപഞ്ചം ഉണ്ടല്ലോ. ഹിമാലയത്തിന്റെ മേലെ പോയാലും നിങ്ങൾ ഒന്ന് യാത്ര ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾക്ക് നമ്മളിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റില്ല എന്നുള്ള വാസ്തവികത നമുക്ക് കണ്ടെത്താം. നിങ്ങൾ ബദ്രിയിൽ പോയി നോക്കൂ, കേദാറിൽ പോയി നോക്കൂ, അവിടെയൊക്കെ ചിലപ്പോ മേലെ ചാരമൊക്കെ പൂശിയിരിക്കുന്ന സ്വാമിമാരെയൊക്കെ ചിലരെയൊക്കെ കാണും, സിദ്ധന്മാരെയൊക്കെ കാണും. അവരുടെ അടുത്ത് കൂടിയാലും കാണാം അവര് വേറെ എന്തോ ഒരു സാമർത്ഥ്യം നേടിയെടുത്തിരിക്കണമെന്നല്ലാതെ അവർക്ക് അവിടെ പോയിട്ടും ലോകവാസനയൊന്നും വിടില്ല. അവിടെയും മഹാത്മാക്കളെ കാണും നമ്മള്. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ മഹാത്മാക്കളാണെന്നും അവിടെ ഉള്ളവരൊക്കെ ജ്ഞാനികളാണെന്നും ധരിക്കാൻ പറ്റില്ല. ജ്ഞാനികൾ പരമലൗകികമായ സ്ഥലങ്ങളിൽ ചിലപ്പോൾ കണ്ടുവെന്ന് വരും, എവിടെയാ കാണുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഒരു സ്ഥലത്തിൽ പോകുന്നത് കൊണ്ടോ ഒരു പ്രത്യേകമായ ഒരു രീതികൾ സ്വീകരിക്കുന്നത് കൊണ്ടോ അല്ല ഇത് ഉണ്ടാവണത്, ത്യാഗം കൊണ്ടാണ്. ത്യാഗേനൈക്കേ അമൃതത്വമാനശു. അപ്പൊ ത്യാഗം എങ്ങനെ ചെയ്യും? ത്യാഗം ചെയ്യാനുള്ള വഴി എന്താ? ത്യാഗഃ പ്രപഞ്ചരൂപസ്യ. പ്രപഞ്ചരൂപസ്യ ത്യാഗ. പ്രപഞ്ചത്തിന് എങ്ങനെ ത്യാഗം ചെയ്യും? പ്രപഞ്ചം എന്ന് വെച്ചാൽ എന്താ? മലയും പർവ്വതവും ആകാശമൊന്നുമല്ല. എന്റെ പ്രപഞ്ചം ഏതേത് എന്റെ മനസ്സിനെ ചഞ്ചലമാക്കുന്നു അതൊക്കെയാണ് എന്റെ പ്രപഞ്ചം. എന്റെ കുടുംബത്തിലുള്ളവര്, എനിക്ക് ആരോടൊക്കെ ഇടപാടുണ്ടോ അവരൊക്കെ, ഞാൻ കണ്ണടച്ചിരുന്നാൽ ആരുടെയൊക്കെ വിചാരം വരുമോ അവരൊക്കെയാണ് എന്റെ പ്രപഞ്ചം. അവരെ നീക്കിയാലേ എനിക്ക് ശാന്തി ഉണ്ടാവുള്ളൂ. അവരെ ഞാൻ എങ്ങനെ നീക്കും? ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. വാസനാമണ്ഡലത്തിൽ നിന്ന് നീക്കണം. എങ്ങനെ നീക്കും? ബ്രഹ്മാത്മത്വ അവലോകനാത്. ആചാര്യസ്വാമി പറഞ്ഞു, അവരോടുള്ള ആസക്തിയൊന്നും ഉപേക്ഷിക്കണ്ട. ആസക്തി അവരോട് ഉണ്ടായിക്കോട്ടെ, അവര് ബ്രഹ്മമാണെന്ന് കാണൂ. ശ്രീരാമകൃഷ്ണദേവൻ അത് പ്രത്യക്ഷമായി കാണിച്ചു. ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, കൃഷ്ണനായിട്ട് ഉപാസിക്കൂ. ശ്രീരാമകൃഷ്ണദേവൻ അത് ചെയ്തതാണ്. താൻ ഉള്ളിൽ സത്യം കണ്ടെത്തിയിട്ട് വ്യവഹാരത്തിൽ വന്ന് ആദ്യമായി ശാരദാദേവിയെ പിടിച്ചു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അമ്മ ചന്ദ്രമണി ദേവി അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കും. ദിവസം പോയി നമസ്കരിക്കും അമ്മയെ. അമ്മയ്ക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ശാരദാദേവി വന്നപ്പോഴും ശാരദാദേവിയെ നവരാത്രി കാലത്ത്, ഈ നവരാത്രി കാലത്ത് തന്റെ ധർമ്മപത്നിയെ പിടിച്ചിരുത്തി പൂജിച്ചു. അതും അതിനു മുമ്പൊരു കാര്യമുണ്ട്. ശാരദാദേവി വന്നപ്പോ ശ്രീരാമകൃഷ്ണദേവൻ ദൂരത്ത് ചെന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട്, ശ്രീരാമകൃഷ്ണദേവന്റെ ധർമ്മപത്നിയാണ് ശാരദാദേവി. ചിലർക്കൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ അതുപോലും അറിയാത്തവരുണ്ടാവാം. ഇവിടെ വിവാഹം കഴിച്ചിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, എന്റെ വധു ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിവാഹത്തിന് ഏർപ്പാട്. ഒരുപാട് വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നു അവർ തമ്മില്. ശാരദാദേവി വന്നപ്പോ ചെന്ന് സ്വീകരിച്ചു കൊണ്ടുവരികയും ശാരദാദേവിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഭവതിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഭവതി എന്റെ ധർമ്മപത്നിയാണ്, അതുകൊണ്ട് എന്റെ മേലെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്.
എനിക്ക് സാധാരണ ഗൃഹസ്ഥന്മാരെ പോലെ ലൗകികമായ ഒരു ജീവിതം നയിക്കാനുള്ള ഇഷ്ടമില്ല. പക്ഷേ ഭവതിക്ക് അങ്ങനെ ഒരു ഇച്ഛയുണ്ടെങ്കിൽ ആ ഇച്ഛയും പൂർണ്ണമാവേണ്ടതാണ്. അതിന് ഞാൻ തയ്യാറാണ് എന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ. സാധാരണ ഗൃഹസ്ഥനായിട്ട് ഇരിക്കണമെങ്കിൽ ആവാം. പക്ഷെ അങ്ങനെ ഒരു ജീവിതം എനിക്ക് ഇച്ഛയില്ല. ശാരദാദേവി പറഞ്ഞു, അങ്ങയ്ക്ക് ദാസ്യം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, എന്റേതായിട്ടൊന്നുമില്ല. അങ്ങയുടെ അധ്യാത്മയാത്രയിൽ കൂടെ നടക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ഇന്നലെ പറഞ്ഞത്, പരസ്പര തപസ്സമ്പത് ഫലായിത പരസ്പരവും. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ 100% ചെയ്തത് നിങ്ങൾ ഒരു 10% ചെയ്താൽ മതി എന്നാണ്. ഇത്രയൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തല്ലുവടിയും കൂടാതിരുന്നാൽ തന്നെ വലിയ കാര്യമാണ്. പരസ്പരം അധ്യാത്മയാത്രയ്ക്ക് തയ്യാറായി രണ്ടുപേരും. ഒരു ദിവസം ശാരദാദേവിയെ പിടിച്ചിരുത്തി നവരാത്രിയിൽ താൻ ഏത് ജഗദീശ്വരിയെ ഷോഡശോപചാരം കൊണ്ട് പൂജ ചെയ്തോ ആ ജഗദീശ്വരിയെ തന്റെ ധർമ്മപത്നിയിൽ കണ്ടുകൊണ്ട് ആരാധിച്ചു, പൂജ ചെയ്തു. രണ്ടുപേരും ഭാവസ്ഥിതരായിട്ട് തീർന്നു, സമാധിസ്ഥിതരായിട്ട് തീർന്നു. അതായത് ഏതൊരു സ്ത്രീയാണോ ഒരു പുരുഷന് ആസക്തിക്ക് കാരണമായിട്ട് തീരുന്നത്, ആ സ്ത്രീയിലൂടെ തന്നെ ജഗദീശ്വരി, അതായത് ബ്രഹ്മത്തിനെ കണ്ടു എന്നാണ് അർത്ഥം. ഇത് ഏറ്റവും പ്രായോഗികമായ വേദാന്തമാണ്. തനിക്ക് ആരോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടോ ആ അറ്റാച്ച്മെന്റിനെ ഉപേക്ഷിക്കുന്നതാണ് സാധാരണ സന്യാസം എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ പറയണത് അറ്റാച്ച്മെന്റിനെ ആരാധിച്ചാലേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ടു ട്രാൻസെൻഡ് ദ ടെറിബിൾ യു ഹാവ് ടു വർഷിപ്പ് ദ ടെറിബിൾ. വർഷിപ്പ് ദ ടെറിബിൾ ആൻഡ് ട്രാൻസെൻഡ് ഇറ്റ്. ഭയങ്കരമായിട്ടുള്ളതിനെ കടക്കണമെങ്കിൽ അതിനെ ആരാധിക്കൂ എന്നാണ്. ഭഗവാനാണ് ആ രൂപത്തിൽ. ഭയങ്കരത്തിനെ ആരാധിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉള്ളിലുള്ളത് ഭഗവാനാണെന്ന് അറിഞ്ഞാൽ ആരാധിക്കാം. പാലക്കാട് നമ്മളുടെ ഒരു ഭാഗവത സപ്താഹത്തിന് നരസിംഹാവതാരം, ആദ്യത്തെ വർഷം ഒരു ഭാഗവത സപ്താഹം നടത്തിയപ്പോ നരസിംഹാവതാര സന്ദർഭത്തിൽ അവരൊരു പ്ലാൻ ചെയ്തു. ആരോടും പറഞ്ഞില്ല, പബ്ലിക്കിനോടൊന്നും പറഞ്ഞില്ല. ഒരാള് നരസിംഹത്തിന്റെ വേഷം കെട്ടിയിട്ട് കറക്റ്റായിട്ട് അവതാരം സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം എന്ന് പറയുമ്പോ സൈഡിൽ ഒരു കർട്ടൻ ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും അറിയില്ല. ആ കർട്ടൻ നീങ്ങും, നരസിംഹം അങ്ങോട്ട് വരും മുമ്പിൽ. കുറെ ചെറുപ്പക്കാരാണ്, അവരുടെയൊക്കെ പ്ലാനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഈ സത്സംഗത്തിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ആ നരസിംഹാവതാര സന്ദർഭത്തിൽ പബ്ലിക്കൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെയൊന്നും. ആ സമയത്ത് അങ്ങോട്ട് അലറി വിളിച്ചുകൊണ്ട് വേഷമൊക്കെ ശരിക്കും നരസിംഹം പോലെ വേഷമൊക്കെ കെട്ടിയിട്ട് മുമ്പിൽ അങ്ങോട്ട് വരികയും പുറകെ മൈക്ക് കൂടെ ഒരാൾ ഗർജിക്കുകയും ഒക്കെ ചെയ്തപ്പോ ആകെപാടെ ചില ആളുകൾ പേടിച്ചു, ചില ആളുകൾ കരഞ്ഞു, ചില ആളുകൾ വീണ് നമസ്കരിച്ചു. ഒരു കോലാഹലമായിരുന്നു അവിടെ. എല്ലാം കഴിഞ്ഞിട്ട് ആ നരസിംഹം മുമ്പിൽ പിന്നെ ഒരു പീഠത്തിൽ വന്നിരുന്നപ്പോ ആ നരസിംഹ വേഷം കെട്ടിയ ആളുടെ കുട്ടി വന്ന് മടിയിൽ വന്നിരുന്നു. അച്ഛൻ വേഷം കെട്ടുമ്പോ കണ്ടിട്ടുണ്ട്, അച്ഛനാണെന്ന് അറിയാം. പ്രഹ്ലാദൻ നരസിംഹസ്വാമിയുടെ മടിയിൽ ചെന്ന് ഇരുന്ന പോലെ. എന്താന്ന് വെച്ചാൽ വേഷം കെട്ടിയ ആള് അച്ഛനാണെന്ന് അറിയുമ്പോ അച്ഛനെ എന്തൊക്കെ തന്നെ ഗർജിച്ചാലും എന്തൊക്കെ തന്നെ അലറി വിളിച്ചാലും അച്ഛനല്ലേ അറിയാം, മടി കയറി വയ്ക്കാൻ പേടിയൊന്നുമില്ല. അതേപോലെ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭയങ്കര അനുഭവം ഉണ്ടാവട്ടെ, ലോകത്തിൽ എന്തൊക്കെ തന്നെ ഉണ്ടാവട്ടെ, ഭഗവാനാണ് അതിന് പുറകിൽ ഈ വേഷമൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ മുഖം കാണിക്കണതെന്ന് അറിഞ്ഞാൽ എന്തിനു ഭയപ്പെടണം? ഭയം തന്നെ സമാധിയായിട്ട് തീരും. സംരംഭ സംഭൃത സമാധി എന്നൊക്കെ ഭാഗവതം പറയുന്നുണ്ട്. ഏത് വികാരവും സമാധിയായിട്ട് തീരാം. വിവേകാനന്ദ സ്വാമികൾ പ്ലേഗ് വന്നിട്ട് വല്ലാതെ വിഷമിച്ച് കരയും. അപ്പൊ വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു, അങ്ങേക്ക് ഇത്രയധികം വേദന ഉണ്ടാവണമല്ലോ എന്ന് ചോദിച്ചപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ദർ ഇസ് ഡീപ്പ് എക്സ്റ്റസി ഇൻ ദിസ് പെയിൻ. ഈ വേദനയിൽ സമാധി ഉണ്ടെന്നാണ്, അതിനു പുറകിൽ ഒരു അധ്യാത്മാനുഭവം ഉണ്ടെന്നാണ്. അതൊരു മിസ്റ്ററിയാണ്, അതൊരു ആശ്ചര്യമാണ്. അപ്പൊ ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് ഭഗവത് അനുഭവം ഉണ്ടാവാം. ഭഗവാനാണ് ഉള്ളിലുള്ള വസ്തു എന്നുള്ള ബേസിക് ആയിട്ടുള്ള തത്വം നിശ്ചയമാവണം, എന്നാലേ സാധിക്കുള്ളൂ. നമ്മളുടെ സെന്ററില് ഞാൻ എന്ന അനുഭവ രൂപത്തില്
പ്രപഞ്ചത്തിനെ മുഴുവൻ അനുഭവിക്കാൻ കാരണമായിട്ട് നിൽക്കുന്ന ബോധം പരമേശ്വര സ്വരൂപമാണെന്ന് അറിയുമ്പോഴേ ഇതൊക്കെ സാധിക്കുള്ളൂ. നമ്മളിൽ അന്തര്യാമി രൂപമായി ഇരിക്കുന്ന പരമേശ്വരൻ തന്നെയാണ് മനസ്സെന്ന മൂടുപടമണിഞ്ഞ്, പ്രാണനെന്ന മൂടുപടമണിഞ്ഞ്, ശരീരമെന്ന മൂടുപടമണിഞ്ഞ് മനുഷ്യനായി, ജീവനായി, അഹന്തയായി ലോകത്തിൽ സഞ്ചരിച്ച് വ്യവഹരിച്ച് വിഷയങ്ങളെ ഭുജിക്കണത്. പഞ്ചബിർ ഭാസി ഷഷ്ഠ എന്ന് ഭാഗവതത്തിൽ വരാഹാവതാര സന്ദർഭ സ്തുതിയിൽ പറയുന്നു. ഭഗവാനെ ആറാമനായ അവിടുന്ന് 5ലൂടെ പ്രകാശിക്കുന്നു എന്നാണ്. പഞ്ചബിർ ഭാസി ഷഷ്ഠ, ആറാമനായ അവിടുന്ന് 5ലൂടെ പ്രകാശിക്കുകയാണെന്നാണ്. ശൈവസിദ്ധാന്തത്തിൽ സുബ്രഹ്മണ്യന് ഏറ്റം കൂടും ശിവനെക്കാളും. ശിവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ. പക്ഷെ ശിവഭക്തി മാർഗത്തില് സുബ്രഹ്മണ്യന് ഇത്തിരി ഏറ്റം കൂടും. എന്താന്ന് വെച്ചാൽ ശിവൻ നിശ്ചലബോധമാണ്. ആ നിശ്ചലബോധം 3ാമത്തെ കണ്ണു തുറക്കുമ്പോഴാണ് സുബ്രഹ്മണ്യനായിട്ട് ജനിക്കുന്നത്. നിശ്ചലമായ ശിവം ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ശക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ 3ാമത്തെ കണ്ണു തുറക്കുമ്പോഴാണ് 6 മുഖമുള്ള സുബ്രഹ്മണ്യൻ ജനിക്കുന്നത്. 1 6 മാറുകയാണ്. എന്താ 6 എന്ന് വെച്ചാൽ മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കരിഷ്യത്തി. നിശ്ചലമായ അകമേ കണ്ട ആത്മാ തന്നെ മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും പുറത്തേക്ക് വന്ന് ജഗത്ത് മുഴുവൻ സർവം ഖലുവിദം ബ്രഹ്മ എന്ന അനുഭവം ഉണ്ടാക്കുന്നതാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ശിവപുത്രൻ. അതുകൊണ്ട് മുരുകൻ ഇത്തിരി ഏറ്റം കൂടും അതില്. അപ്പൊ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നതാണ്. പഞ്ചബിർഭാസി ഷഷ്ഠ എന്നാണ്. ഒരു വസ്തു 6ലൂടെയും മനസ്സിലൂടെ വന്നിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് വിജൃംഭണം ചെയ്ത് ജഗത്തിനെ മുഴുവൻ വിഴുങ്ങിക്കളയാം. ഭാഗവതത്തിൽ കപില ഭഗവാൻ പറയുന്നുണ്ട്, തം സപ്രപഞ്ചം അധിരൂഢ സമാധിയോഗ. പ്രപഞ്ചത്തോടുകൂടെ സപ്രപഞ്ചമധിരൂഢ സമാധിയോഗ. പ്രപഞ്ചത്തോടുകൂടെ തന്റെ ശരീരം എല്ലാം ഒരേ പരമാത്മസ്വരൂപമാണെന്നുള്ള അനുഭവം അവസാന വാക്കാണ്. അതിന് വരണമെങ്കിൽ നമ്മളുടെ വാസനകളൊക്കെ ക്ഷയിക്കണം. വാസനകൾ ക്ഷയിക്കണമെങ്കിലോ ഏതേതിനോടാണോ നമുക്ക് രാഗമോ ദ്വേഷമോ തോന്നണത് അതൊക്കെ ഭഗവാനാണെന്ന് കാണണം. അതിലൊക്കെ ഭഗവാനെ കാണണമെങ്കിലോ ആദ്യം നമ്മളിൽ ഭഗവാനെ കാണണം. നമ്മളുടെ അന്തര്യാമി രൂപത്തിൽ, ഞാൻ എന്ന അനുഭവരൂപത്തിൽ നമ്മളിലുള്ള ചിത്തിനെ ജഡത്തിൽ നിന്നും വേർപിരിച്ച് കാണണം. ശിവൻ അഹംരൂപിയാണ്. ശൈവസിദ്ധാന്തത്തിൽ ശിവനെ വന്ദിക്കുന്നത് അങ്ങനെയാണ്. നമോ അഹം പദാർത്ഥായാം ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായാം ശിവായ പരമാത്മനെ. നമോ അഹംപദ അർത്ഥായ. അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അഹമഹമെന്ന് എല്ലാരും നിത്യനിരന്തരം ജപിക്കണതാണല്ലോ. ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എന്ന അനുഭവത്തിൽ നിന്നാണ് നമ്മളുടെ മുമ്പിൽ ഏതെങ്കിലും ദേവത പ്രത്യക്ഷപ്പെട്ടാലും ഞാനാണല്ലോ കാണേണ്ടത്, അല്ലേ? ശിവൻ പ്രത്യക്ഷപ്പെട്ടാലും ശിവൻ എവിടെ പ്രത്യക്ഷപ്പെടുകയും അറിയുകയൊക്കെ ചെയ്യും? ഞാൻ എന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. പ്രത്യക്ഷമായിട്ട് രൂപത്തിൽ ഭഗവാനെ കണ്ടതുകൊണ്ട് ഒരാൾക്ക് സംതൃപ്തി ഉണ്ടാവില്ല. പിന്നെയും അവശേഷിക്കും, ബാക്കി നിൽക്കും. അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ ആ കാളിയുടെ രൂപത്തിനെ കണ്ടാൽ മാത്രം മതിയായിരുന്നു, പോരാ. അത് ആരംഭമാണ്. അവസാനം തന്നിൽ തന്നെ, തന്റെ അന്തര്യാമിയെ തന്നെ, തന്റെ സ്വരൂപത്തിനെ തന്നെ തെളിച്ച് കണ്ടു കഴിയുമ്പോഴാണ് പൂർണ്ണമാവണത്. താൻ അതും കഴിഞ്ഞിട്ടും പൂർണ്ണമായില്ല. തന്നിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടായ ശേഷം തന്റെ പ്രാരബ്ധത്തിനെ ആ ജ്ഞാനത്തിൽ ഹോമിച്ച് ശമിപ്പിക്കണം. ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും തുല്യമാണ്, പക്ഷെ പ്രാരബ്ധം എല്ലാവർക്കും വേറെ വേറെയാണ്. ഏതു ഗുരുവിനും നിങ്ങളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ കഴിയും, പക്ഷെ നിങ്ങളുടെ പ്രാരബ്ധത്തിനെ ക്ഷയിപ്പിച്ചു തരാൻ നിങ്ങൾ തന്നെ വേണം. അതിലൊരു ഗുരുവും സഹായിക്കില്ല.
അത് നിങ്ങളുടേതായ വഴിയിൽ നിങ്ങൾ പോണം. നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ, നിങ്ങൾക്ക് ആരോട് ആസക്തിയുണ്ടോ, ഇതൊന്നും ഗുരുവിനോട് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, സത്സംഗത്തിൽ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. നിങ്ങൾ കാണണം. നിങ്ങൾക്ക് പതുക്കെ 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 ആരൊക്കെ നിങ്ങളോട് അടുത്തവരുണ്ടോ, വെറുപ്പുള്ളവരുണ്ടോ, അവരെയൊക്കെ നീക്കണം. വാസിഷ്ഠം പറയുന്നു, ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പര ബ്രഹ്മാഹം ബ്രഹ്മമത് ശത്രു ബ്രഹ്മമത് മിത്ര ബാന്ധവാഹ. എന്റെ ഉള്ളിലുള്ള ചിത്ത് ബ്രഹ്മമാണ്, ഈ ഭുവനം ബ്രഹ്മമാണ്, ഈ ഭൂതപരമ്പരകൾ ഞാൻ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണ്. എന്റെ ശത്രുവെന്ന് എനിക്ക് ആരോട് തോന്നുന്നുണ്ടോ അയാളും ആ ഭഗവത് സ്വരൂപം തന്നെയാണ്. ഇങ്ങനെ ഇത് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ശേഷം പതുക്കെ പതുക്കെ ആ ദർശനം കൊണ്ട് രാഗദ്വേഷങ്ങളൊക്കെ നീങ്ങി മനസ്സ് അടങ്ങി 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 വ്യവഹാരത്തിൽ ഒരു ധ്യാനസ്ഥിതിയിലല്ല. ധ്യാനമൊക്കെ ജ്ഞാനത്തോടെ അവസാനിച്ചു. പിന്നെ ധ്യാനവും സാധനയൊന്നും വേണ്ട. കുടുംബത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ എവിടെ ഇരിക്കുകയോ അവിടെ നമ്മൾക്ക് ആരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അവരുടെ വ്യവഹാരത്തിനെയൊക്കെ ശുദ്ധമാക്കി ഓരോരുത്തരിലും കുടികൊള്ളുന്ന ആ സത്യത്തിനെ കാണാൻ അഭ്യസിക്കുക. ഭാഗവതത്തിന്റെയൊക്കെ അവസാന വാക്കാണ് മദ്ഭാവോ യാവദ്നോപജായത്തെ താവദേവം ഉപാസീത വാങ്മയ കായവൃത്തിഭിഹി വാങ്മനഃകായവൃത്തിഭിഹി എന്ന് ഭഗവാൻ അവസാന ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയണു, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തന്നെ ഇങ്ങനെ ഉപാസിക്കൂ. എങ്ങനെ ഉപാസിക്കണം? എല്ലാം ഭഗവത് സ്വരൂപമാണ് എന്ന് കരുതി ഉപാസിക്കാം. എല്ലാരിലും ഭഗവാനുണ്ടെന്ന് കരുതി അതുപോലെ പെരുമാറുകയും. എല്ലാ മഹാത്മാക്കളും അത് പറയുന്നുണ്ട്. പക്ഷേ അതിന് ആദ്യപടി വളരെ പ്രധാനമാണ്. ആദ്യപടി എന്താ? തന്നെ അറിയണം. തന്നെ അറിഞ്ഞ് തന്റെ ഉള്ളിൽ സെന്റർ കണ്ടെത്തണം. ആദ്യം നടുക്കുറ്റി കണ്ടെത്തണം. ആ നടുക്കുറ്റിയിൽ നിന്നുകൊണ്ട് വേണം ലോകത്തിൽ കിടന്നു ചുറ്റാൻ, വ്യവഹരിക്കാൻ. അങ്ങനെ ആവുമ്പോ അപ്പോഴാണ് നമ്മൾ കാണുക മായ എന്താണെന്ന് കാണുക. ആ ചിത്തിൽ നിന്നും പൊന്തി വരുന്ന വിശ്വത്തിനെ നമ്മൾ കാണും. ചിത്തിൽ നിന്നും പൊന്തി വരുന്ന അനിർവചനീയമായ ശക്തിയെ നമ്മൾ കാണും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയെ നമ്മൾ നമ്മളുടെ അകമേ ദർശിക്കും. നമ്മളുടെ ഉള്ളിൽ ഇച്ഛയുടെ രൂപത്തിൽ ഒരു സ്പന്ദനം, പിന്നെ അത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഭാവനാതലത്തിലേക്ക് വരുന്നു, ക്രിയയായി പരിണമിക്കുന്നു. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി ചിദഗ്നികുണ്ഡ സംഭൂത. ചിത്തിൽ നിന്നും ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായി ചലിക്കുന്നതിനെ നമ്മൾ വളരെ സ്ഥൂലമായി കഴിയുമ്പോൾ മനസ്സ് എന്ന് വിളിക്കണം. അത് ഇനിയും സ്ഥൂലമായാൽ ശരീരവും വിഷയവും ഒക്കെ ആയി. പ്രപഞ്ചം മുഴുവൻ മനസ്സിന്റെ സൃഷ്ടിയാ. ഇന്ന് കാണുന്ന പ്ലെയിനും റോക്കറ്റും സാറ്റലൈറ്റും ഒക്കെ ഒരു കാലത്ത് മനസ്സിൽ ചിത്തവൃത്തിയായിരുന്നു. ഇപ്പോ അതൊക്കെ വസ്തുക്കളായി പുറത്ത് പറന്നു നടക്കുന്നു അല്ലേ? ഈ മൈക്കും ഇലക്ട്രിസിറ്റിയും ഫാനും ഒക്കെ ഒരു കാലത്ത് ആളുകളുടെ ഉള്ളിൽ സ്വപ്നവും ചിത്തവൃത്തിയുമായിരുന്നു. ഇന്ന് അത് സ്ഥൂലമായി യാഥാർത്ഥ്യം എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥൂല രൂപത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് സങ്കല്പിക്കൂ, നാളെ പുറത്തു വരും. ചിലപ്പോൾ സമയം എടുത്തേക്കാം, എന്നാലും പുറത്തു വരും. എന്തും. കാരണം ഈ പ്രപഞ്ചം തന്നെ സങ്കല്പ സൃഷ്ടിയാണ്. പക്ഷേ സങ്കല്പം കൊണ്ട് എന്തൊക്കെ ഇന്ദ്രജാലം കാണിച്ചാലും അതൊക്കെ സിദ്ധിയാണ്. മനസ്സിനെ ഉപയോഗിച്ച് സങ്കല്പ പ്രാബല്യം കൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും സൃഷ്ടിക്കുന്നത് കൊണ്ട് ശാന്തി ഉണ്ടാവില്ല. അവസാനം നമ്മൾ പഠിക്കേണ്ടി വരും. ഈ സങ്കല്പിച്ച് ഇന്ദ്രജാലം കാണിക്കലാണല്ലോ സയൻസ് ചെയ്യണത്. നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സങ്കല്പത്തിനെ അടക്കണം, സങ്കല്പിക്കാതെ ആക്കണം. നിശ്ചലതയിലേക്ക് പോകണം, ശാന്തിയിലേക്ക് പോകണം. ഇതൊക്കെ സിദ്ധിയാണ്. സയൻസ് കാണിക്കുന്നതൊക്കെ സിദ്ധിയാണ്. നമ്മൾ എന്തൊക്കെ ഈ പുറം ലോകത്തിൽ വിജയിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പലതും ചെയ്യുന്നതൊക്കെ സിദ്ധിയാണ്. അതൊക്കെ തെറ്റെന്ന് പറയണില്ല. പക്ഷെ അതൊന്നും ആത്യന്തികമായി ശാന്തി ഉണ്ടാക്കില്ല. ആത്യന്തികമായി ശാന്തി വേണമെങ്കിൽ സിദ്ധമായിട്ട് നമുക്കുള്ള ഒരു വസ്തുവിനെ ശ്രദ്ധിക്കണം. ഉള്ളില് പുതിയതായിട്ടൊന്നും സിദ്ധിക്കാനില്ല. നമുക്ക് സിദ്ധമാണ്, സത്യം നമുക്ക് സിദ്ധമാണ്, കിട്ടിയിരിക്കുന്നു. ഇറ്റ് ഈസ് എവർ അറ്റൈൻഡ്. യു നീഡ് നോട്ട് അറ്റൈൻ ഇറ്റ്. അതിനെ ജ്ഞാനം നമുക്ക് സിദ്ധമാണ്. ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ സദാവുണ്ട്. പക്ഷേ മേഘം സൂര്യനെ മറയ്ക്കണ പോലെ ആ ജ്ഞാനത്തിനെ എന്തോ ഒരു അശ്രദ്ധ മറച്ചിരിക്കണു.
ആ അശ്രദ്ധയിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള മനസ്സ് പുറം വിഷയങ്ങളിൽ ഓരോന്നിലായി ചെന്ന് പെടുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധയെ വീണ്ടും അകമേക്ക് തിരിച്ചുവിട്ട് യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ ശ്രദ്ധാരൂപത്തില് എല്ലാവരുടെ ഉള്ളിലുമുണ്ട്, ശ്രദ്ധയും എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. യോ യത് ശ്രദ്ധ സയേവ സഹ. ചിലർ ചിലതിനെ ശ്രദ്ധിക്കും, ചിലതിനെ ശ്രദ്ധിക്കില്ല. ശ്രദ്ധയുണ്ട്. അവരവരുടെ വിഷയത്തിനെ പറഞ്ഞാൽ അവരവർ ശ്രദ്ധിക്കും. സംഗീതത്തിനെ കുറിച്ച് ഞാൻ ഇപ്പൊ വല്ലതും പറഞ്ഞാൽ സംഗീതക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കും. സംസ്കൃതം വല്ലതും പറഞ്ഞാൽ സംസ്കൃതത്തിനോട് അഭിരുചിയുള്ളവർ ശ്രദ്ധിക്കും. സയൻസിനെ വല്ലതും പറഞ്ഞാൽ സയൻസിനോട് അഭിരുചിയുള്ളവർ ശ്രദ്ധിക്കും. അവരവർക്ക് ഏതേത് വാസനയാണോ ഉള്ളിലുള്ളത് അതതില് ശ്രദ്ധിക്കാൻ നമ്മൾ ആരോടും പറയണ്ട. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ശ്രദ്ധ നമ്മളെ തന്നെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളുടെ ചെവിയിൽ വീണത് നമ്മൾ അന്വേഷിക്കുന്ന നമുക്ക് ആത്യന്തികമായ സ്വാതന്ത്ര്യം തരുന്ന പൊരുൾ നമ്മളുടെ ഉള്ളിൽ നമ്മളെ കാത്തുകൊണ്ട് ഇറ്റ് ഈസ് വെയിറ്റിംഗ് ദെയർ സിൻസ് ഇറ്റേണിറ്റി, ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ. എത്രയോ കാലമായിട്ടത് ഉള്ളിൽ കാത്തുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കാതെ വിട്ടതാണ്. ഉപനിഷത്ത് പറയണു, സ്വർണ്ണഖനിയുടെ മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ചുവട്ടിൽ സ്വർണ്ണമുണ്ട് എന്നറിയാത്ത ആളെ പോലെ അശ്രദ്ധ കൊണ്ട് മാത്രം നഷ്ടപ്പെടുത്തി കളയാണ്. ശ്രദ്ധിക്കുക, പതുക്കെ ഇത്തിരി ക്ഷമ വേണം. അതാണ് യാ മുക്തിഹേതു അവിചിന്യ മഹാവ്രത എന്നൊക്കെ ദേവി മഹാത്മ്യം. അവിചിന്യ മഹാവ്രത, അതാണ് വാക്ക്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ലോകത്തിൽ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീരുമാനിക്കണം, അത് നേടിയെടുത്തിട്ടേ ഉള്ളൂ. ഇപ്പൊ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, MBBS എൻട്രൻസിന് പഠിക്കണമെന്ന് വെച്ചാൽ രാവും പകല് വരുന്നു. അവരെ അമ്മ അച്ഛനും ഒക്കെ പറയാണ്, മതി പഠിച്ചത്, വരൂ ഇത്തിരി നേരം TV കാണുമെന്ന് വിളിച്ചാൽ ആ കുട്ടി വരണില്ല. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവൻ വന്നിരിക്കും. അപ്പൊ വിളിച്ചാൽ വരണില്ല. എന്താന്ന് വെച്ചാൽ അതിന് കാരണം ഈ പരീക്ഷ പാസ്സാവലാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത അപകടം വരുമെന്നൊക്കെ ഉള്ള ഭയമും ഒക്കെ അയാളുടെ ഉള്ളിൽ ആ പരീക്ഷയോട് ഒരു ശ്രദ്ധ ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന് വിവേകം കൊണ്ട് ഈ ഉള്ളിലുള്ള സത്യത്തിനെ കണ്ടെത്തിയാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്നും അല്ലെങ്കിൽ മരണം പിന്നാലെ നടക്കണുണ്ടെന്നും ജരാ മൃത്യു വ്യാധി അനേകവിധ ദുഃഖങ്ങളുണ്ടെന്നും ഞാൻ നേടിയെടുക്കുന്നതൊന്നും തന്നെ എന്നെ രക്ഷിക്കില്ലെന്നും ഒക്കെ അറിഞ്ഞ് നല്ലവണ്ണം ഒന്ന് പേടിക്കണം, എന്നാലേ ശ്രദ്ധ ഉണരുള്ളൂ. ഒന്ന് ഭയപ്പെട്ടാലേ കാര്യം നടക്കുള്ളൂ. വേണ്ടതിനെ ഭയപ്പെടണം. നമ്മൾ വേണ്ടാത്തതിനെയൊക്കെ ഭയപ്പെടേണ്ടത്. ഭയമാണ് ജീവിതം മുഴുവൻ കൊണ്ട് നടക്കുന്നത്. ആളുകൾ ഭീതി എപ്പോഴുണ്ട്. ഒരു കാരണമില്ലാത്ത ഭയം, എല്ലാത്തിനോടും ഭയം, തൊട്ടതിനൊക്കെ ഭയമാണ്. ഭയത്തിന് കാരണം എന്താ? പണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജോലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആസ്പത്രിയുടെ അടുത്ത് വീട് കെട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒക്കെ പേടിയാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണു? രക്ഷപ്പെട്ടുവോ? വാസ്തവം ചിന്തിച്ചു നോക്കൂ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ ഫാക്ച്വൽ. ലോകത്തിൽ ആവശ്യമാണ്, എല്ലാവർക്കും, എനിക്ക് നിങ്ങൾക്കൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതൊക്കെ നമ്മളെ രക്ഷിച്ചുവോ? ആസ്പത്രി നമ്മളെ രക്ഷിക്കുവോ? പണം നമ്മളെ രക്ഷിക്കുവോ? നമ്മളുടെ ആരോഗ്യം നമ്മൾ പിടിച്ചിട്ട് നിൽക്കുവോ? നമ്മളുടെ സൗന്ദര്യം നമ്മൾ പിടിച്ചിട്ട് നിൽക്കുവോ? നമ്മൾ ഇതൊന്നും പിടിച്ചിട്ട് നിൽക്കണില്ല. ഇതൊക്കെ പോകുന്നു എന്നുള്ളത് കണ്ടാൽ ആ ആഘാതം, ആ ഷോക്ക് ശ്രദ്ധ ഉണർത്തും. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് തന്നെ നമ്മൾ ഹിതം ചെയ്യണമെങ്കിൽ എവിടെയോ എന്തോ ഒരു അറിവുണ്ട്, എന്തോ ഒന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് ശാസ്ത്രങ്ങളും ഋഷികളും ഒക്കെ പറയണു. അത് കണ്ടെത്തിയവരൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ അത് പറയണു. അതുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തണമെന്ന് ഒരു ജീവന്റെ ഉള്ളിലൊരു സങ്കല്പം ഉദിച്ചു കഴിഞ്ഞാൽ മഹാവ്രതം എന്നാണ് അതിന് പറയുന്നത്. ബ്രഹ്മസത്രസ്യ ബ്രഹ്മസത്രായ ദീക്ഷിഷ്യമാണ എന്നൊക്കെ ഭാഗവതം പറയുന്നുണ്ട്. ബ്രഹ്മസത്രം, അതായത് ഇനിമേലാൽ ബാക്കിയൊക്കെ ചെയ്യും. ആ ദീക്ഷ എടുത്തതുകൊണ്ട് ഇനിയിപ്പോ അയാൾ ജോലിക്ക് പോവാതിരിക്കോ, ഊണ് കഴിക്കാതിരിക്കോ, പണം, അതൊക്കെ എന്ത് പറഞ്ഞാലും നടക്കും, പ്രാരബ്ധം അതൊക്കെ ചെയ്യും. പക്ഷെ അയാൾ ഉള്ളിൽ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊന്നും കാര്യമില്ല,
ഇതൊക്കെ വേണം, ഇതൊക്കെ ഇപ്പൊ ലോകത്തിലെ പ്രാരബ്ധം എല്ലാവർക്കും ചെയ്യണം. പക്ഷെ ഇതൊന്നും അല്ല ലക്ഷ്യം. എനിക്ക് വാസ്തവത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ജന്മം, മൃത്യു, ജരാവ്യാധി മുതലായ ദുഃഖങ്ങളൊന്നും സ്പർശിക്കാത്തതും ആത്യന്തികമായ ശാന്തിയുടെ ധാമമായിട്ടുള്ളതും എനിക്ക് നിർവൃതി തരുന്നതും ആനന്ദം തരുന്നതും എന്നെ വാസ്തവത്തിൽ രക്ഷിക്കുന്നതുമായ ആ സത്യത്തിനെ ഞാൻ കണ്ടെത്തണം എന്ന് തനിക്ക് താൻ തന്നെ ഹിതം ചെയ്യണം. അതിനനുസരിച്ച് എന്റെ ജീവിതത്തിനെ പരിഭാഗപ്പെടുത്തിയെടുക്കണം. ബാഹ്യജീവിതത്തിനെയും ആന്തരിക ജീവിതത്തിനെയും ബാലൻസ് ആക്കി ഇനി ഉള്ള കാലം ശാന്തിയോടുകൂടെ ഒരുവിധത്തിലും ശാന്തി ഭഞ്ജിക്കപ്പെടാത്ത വിധത്തിൽ ജീവിക്കണമെന്നൊക്കെ ഒരു ഹിതചിന്ത ഇയാളുടെ ഉള്ളിൽ സംജാതമായി കഴിയുമ്പോൾ അയാൾക്ക് തന്നെ നന്മ ചെയ്യുന്ന ആത്മൈവ ബന്ധു എന്ന് ഭഗവാൻ ഗീതയിലൊക്കെ പറയണ പോലെ തനിക്ക് താൻ തന്നെ ബന്ധുവായിട്ട് തീരും. തനിക്ക് താൻ തന്നെ ബന്ധുവായിട്ട് തീരുകയാണ്. തനിക്ക് അതൊക്കെ വളരെ ഇന്റലിജന്റ് ആയിട്ട് ചെയ്യണം. അല്ലാതെ ഇതൊക്കെ ഇപ്പോ തനിക്ക് താൻ തന്നെ ബന്ധുവായിട്ട് തീരണം എന്ന് പറഞ്ഞിട്ടിപ്പോ നാളെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ ശരിയാവില്ല. ശരീരത്തിന്റെ പ്രവൃത്തിയൊക്കെ നടക്കട്ടെ, ഭക്ഷണം കഴിക്കണം, വീട് വേണം, ജീവിക്കണം, അതിനൊക്കെ ഈ പണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അതിന്റെ ബാലൻസ് ഒക്കെ അവിടെ വെച്ചുകൊള്ളാം. പക്ഷേ ഇതൊന്നും കാര്യമില്ല. വണ്ടിയിൽ പെട്രോൾ ഒഴിക്കുന്നത് പോലെയാണ് ഇതൊക്കെ. വണ്ടി ഓടിച്ചു പോവാൻ ഒരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു ടെർമിനസ് ഉണ്ട്. ആ ലക്ഷ്യം അറിഞ്ഞു കഴിയുമ്പോഴാണ് ഇയാളിൽ മഹാവ്രതം സംജാതമായിട്ട് തീരണത്. അപ്പൊ ഇയാൾ മഹാവ്രതധാരിയാണ്. ഏവം വ്രത എന്നൊക്കെ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഏവം വ്രത. ഇത് കഴിയുമ്പോ ആ മഹാവ്രതം എന്ന് എന്തുകൊണ്ട് അതിന് പറയണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയുടെ വ്രതം ആ പരീക്ഷ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരാളുടെ വ്രതം ആ പ്രോജക്റ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ജോലിയിൽ മുഴുവൻ താൻ മേലെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കും റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള എനർജി മുഴുവൻ ചോട്ടിൽ പോകും. കഴിഞ്ഞു, ഇനി ഞാൻ എന്തു ചെയ്യും? അതൊക്കെ അല്പകാലത്തേക്കേ ഉള്ളൂ ആ വ്രതമൊക്കെ. എന്റെ മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കണം. ശരി, പഠിപ്പിച്ചു. എന്നിട്ടോ അവരൊക്കെ ജോലിയായി. എന്നിട്ടോ അവരെവിടെയോ പോയി, അവരുടെ കുടുംബമായി, അവര് ജീവിക്കണം, കഴിഞ്ഞു. അപ്പോ ഈ കാര്യങ്ങളൊക്കെ തന്നെ അല്പനേരത്തേക്കേ ഉള്ളൂ. അപ്പൊ ഇതിലൊക്കെ നമ്മളുടെ ഊർജം, നമ്മൾക്ക് ഹിതം ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള ഊർജം, നമുക്ക് ആകെപ്പാട് ഒരു ഡെപ്പോസിറ്റ് തന്നിട്ടുണ്ട് പ്രകൃതി നമ്മളിവിടെ വരുമ്പോ. ആ ഡെപ്പോസിറ്റ് നമ്മൾ ഈ പല കാര്യത്തിലും ചെലവാക്കി കഴിഞ്ഞിട്ട് അവസാനം നോക്കുമ്പോ പണമില്ല. അറിവുള്ളവൻ ആദ്യം തന്നെ ഡെപ്പോസിറ്റ് മുഴുവൻ തനിക്ക് ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ധാരിയാണ് അവൻ. അയാൾ തീരുമാനിച്ചു ഈ ഊർജം വ്യയമായി പോകുന്നതിന് മുമ്പ് കാര്യം സാധിച്ചെടുക്കണം. കാര്യം സാധിച്ചെടുത്ത ശേഷം പിന്നെയൊക്കെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയോ പണം സമ്പാദിക്കുകയോ ഒക്കെ ചെയ്യാം. ഒന്നും തെറ്റൊന്നുമില്ല, ഒന്നും പെട്ടുപോകൂല. പത്മപത്രമിവാംഭസ, വെള്ളത്തിൽ കിടക്കുന്ന താമരദളം പോലെ ലോകത്തിൽ ഇരുന്നു കൊണ്ടൊക്കെ ചെയ്യാം. കൃഷ്ണൻ കാണിക്കാത്ത കുണ്ടാമണ്ടിയാണോ ഇനി നമ്മളൊക്കെ കാണിക്കാൻ പോണത്? എന്ത് വേണമെങ്കിലും തന്റെ പ്രാരബ്ധം അനുസരിച്ച് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാം. പക്ഷെ ആദ്യ ഈ സത്യത്തിനെ കണ്ടെത്തണമെന്ന മഹാവ്രതം ഉള്ളില് സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തപടി എന്താ? അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈഹി യാ മുക്തിഹേതു. അപ്പൊ ഈ മഹാവ്രതം ഒരാളുടെ ഉള്ളിൽ സംജാതമാവണത് ദേവിയുടെ ഇച്ഛാശക്തി അയാളെ അനുഗ്രഹിക്കുമ്പോഴാണ്. ഇച്ഛയാണല്ലോ നമ്മളുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത്. ആഗ്രഹം, ഇച്ഛ എന്ന് വെച്ചാൽ ഡിസയർ, അംബിഷൻ. ഡിസയർ ബിക്കംസ് അംബിഷൻ, പൊസസീവ്നെസ്, ഗ്രീഡ്, എല്ലാം ആഗ്രഹം എന്ന് പറയുന്നതാണ് കോപമായിട്ട് മാറുന്നത്. ഫ്രസ്ട്രേറ്റഡ് ഡിസയർ ബിക്കംസ് ആംഗർ. കാമാത് ക്രോധോപിജായത്തെ, ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പൊ ആഗ്രഹം നമ്മുടെ ജീവിതത്തിന് മുഴുവൻ നിയന്ത്രിക്കുന്ന സെൻട്രൽ പോയിന്റ് അതാണ്. ആ ആഗ്രഹത്തിനെ തന്നെ നമുക്ക് ഹിതം ചെയ്യണമെന്ന്, പ്രിയം ചെയ്യണമെന്നല്ല,
പ്രിയം ചെയ്യണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിതം താറുമാറായിട്ട് നിൽക്കുന്നതും. പ്രിയം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് വേറെ, ഹിതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് വേറെ. വീട്ടില് സുഖക്കേട് പിടിച്ചിട്ട് ഇരിക്കുന്ന ഒരു യജമാനൻ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊരു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. എത്ര രൂപ ചെലവാവും ചോദിച്ചു. 5000 രൂപ ചെലവാവും. ഈ കാലത്ത് ഇപ്പൊ 5000 ഒന്നും പറയില്ല. ജലദോഷം പിടിച്ചാ പോയി 50,000. അപ്പൊ 5000 രൂപ ചെലവാകും എന്ന് പറഞ്ഞാൽ ഇയാള് പറയാണ്, അയ്യോ എന്റെ അടുത്ത് ആകെപ്പാടുള്ളത് 5000 രൂപയാണ്, അത് വെച്ചിട്ട് എനിക്ക് വീട്ടിന് മുമ്പിൽ പെയിന്റ് അടിക്കണം. അങ്ങനെ പറയുവോ? വിവരമുള്ള ആള് പറയുവോ? ആളുടെ വ്യാധി മാറ്റലല്ലേ മുഖ്യം. പെയിന്റ് അടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണത് ഇപ്പൊ എന്താ? വീട്ടിന് പെയിന്റ് അടിക്കണം, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം എന്റെ വ്യാധി മാറ്റാൻ പണമില്ല എന്ന് പറഞ്ഞ യജമാനനെ പോലെ പ്രിയം ചെയ്യലതാണ് വാനിറ്റി. നമ്മൾക്ക് നമ്മളെ 4 പേര് എന്ത് പറയുമോ അതുപോലെയൊക്കെ ഇരിക്കണം, നമ്മളുടെ ശരീരത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഈ ശരീരം വീടാണേ, അതിന് പെയിന്റ് അടിക്കലാണ്. പക്ഷെ ഉള്ളിലിരിക്കണ ആസാമി വിഷമത്തിലാണ്. അയാൾക്ക് ഫുഡൊന്നും കിട്ടണില്ല, അയാൾക്ക് ടോണിക്കൊന്നും പോണില്ല, അയാൾക്ക് വേണ്ടത് പോകണം. അതാണ് ഹിതം ചെയ്യൽ. ശാന്തി ഉണ്ടാവുക മനസ്സിന് ആന്തരികം. നമ്മളുടെ വിദ്യാഭ്യാസം നോക്കൂ, എന്തു വിചിത്രമാ. അതിനു വേണ്ടതൊന്നുമില്ല. എന്തൊരു മണ്ടത്തരമാ നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കുന്നത്. അതിനു വേണ്ടതൊന്നുമില്ല, ഒന്നുമില്ല. 3 വയസ്സായ കുട്ടി മുതൽ കമ്പ്യൂട്ടറിന്റെ മേലെ കയറിയിരിക്കുകയാണ്. എന്തു മനസ്സിലാവുമോ? കുറെ സംസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ ഇനി അടുത്തത് ജനിക്കുമ്പോഴേ കുട്ടികൾ കമ്പ്യൂട്ടറിനെ ഞാനും കൊണ്ട് വരുമായിരിക്കും, അറിയില്ല. എനിക്കിപ്പോഴാണ് കഷ്ടിച്ച് ഗ്രൈൻഡറും കമ്പ്യൂട്ടറും വ്യത്യാസം അറിയണത്. അതൊക്കെ നമ്മൾ പഠിപ്പിക്കണ്ട കുട്ടികൾക്ക്. ഇപ്പൊ ഗവൺമെന്റിനെ പോയി വിവരം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അവർക്ക് വിവരം വെക്കില്ല. കാരണം നാട്ടിലുള്ള വിവരമുള്ളവരാരും രാഷ്ട്രീയത്തിൽ കടക്കില്ല. പഞ്ചായത്ത് മുതൽ സെൻട്രൽ വരെ വിവരമുള്ളവരാരും അതിനകത്ത് കടക്കില്ല. അത് നമ്മൾ ചെയ്യണ ഒരു തെറ്റുമാണ്. രംഗനാഥൻ സ്വാമി പറയും, നിങ്ങൾ പൊളിറ്റിക്സിന് കുറ്റം പറയണ്ട. നിങ്ങൾ പൊളിറ്റിക്സിന് കുറ്റം പറഞ്ഞ് നല്ല അറിവും വിവരവും ധർമ്മബോധവും ഉള്ള ആളുകളൊക്കെ അതിനെ ഉപേക്ഷിക്കണത് കൊണ്ട്, അതിൽ മുഴുവൻ അസുരന്മാരും രാക്ഷസന്മാരുമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരുടെ സംസ്കാരം അതാണ്, അവരങ്ങനെ നിൽക്കുള്ളൂ എന്ന്. പക്ഷെ ഇനി കൈവിട്ടുപോയി കഴിഞ്ഞു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. അവരിനിയും മൂത്തുമരച്ചുകൊണ്ടേയിരിക്കും. അവരും ഈശ്വരന്റെ കയ്യിലൊരു ശക്തിയാണ്. അവരും നമ്മൾക്ക് എതിരായിക്കൊണ്ടേയിരിക്കും ഇനി മേലാൽ. അങ്ങനെ എതിരാവുമ്പോഴാണ് നമ്മളും ഇത്തിരി ഉണരുക, ഇത്തിരി ഭക്തിയും ജ്ഞാനവും ഒക്കെ. അപ്പോഴേ നമ്മൾ വരുള്ളൂ. രാമനില്ല, ശിവനില്ല എന്നൊക്കെ പറയണം. അപ്പോഴാണ് നമ്മൾ രാമനെയും ശിവനെയും ഒക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മുടെ രാമനെയും ശിവനും ഒക്കെ കോടാലി നമസ്കാരം അമ്പലത്തിന് മുമ്പ് പോകുമ്പോ ഇങ്ങനെ ആയിട്ട് പോവാനാണ്. അവരിത്തിരി 4 പേര് പ്രഖ്യാപനമൊക്കെ ചെയ്യണം. അവിടെ ശിവനില്ല, രാമനില്ല, അമ്പലമൊക്കെ പൊളിക്കൂ എന്നൊക്കെ പറയുമ്പോഴെങ്കിലും ഒക്കെ ആളുകൾ അങ്ങനെ ഒത്തിരി ഒന്ന് ഉണരുകയും രാമനാണ് ശിവനാണെന്നൊക്കെ പറയുകയും ഇങ്ങനെ പരസ്പരം തല്ലുകൂടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചാളുകളെങ്കിലും ഇത്തിരി ചിന്തിക്കാം. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ പറയും, മുസ്ലിം അറ്റാക്ക് കാലത്താണ് ഏറ്റവും മഹാത്മാക്കൾ ഭാരതത്തിൽ ഉണ്ടായത്. കാരണം അവര് അടിക്കുകയും ഒക്കെ ചെയ്യുന്തോറും ഇവിടെ അതിന്റെ ഇടയിൽ കൂടെ ഭക്തിയും മറ്റുമൊക്കെ വളർന്നു വന്നു. ഒരുപാട് സെയിൻസ് വന്നു, മഹാത്മാക്കൾ വന്നു. അപ്പോ ഒരു പ്രഷർ വരുന്നത് നല്ലതാണ്, അതൊന്നും കുറ്റമൊന്നുമില്ല. അത് പോട്ടെ. അപ്പോ നമ്മളുടെ വിദ്യാഭ്യാസത്തിലോ ഒന്നിലും ഇതിനു വേണ്ടതൊന്നുമില്ല. അവിടുന്നൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ലോകത്തിലുള്ളവരൊക്കെ തന്നെ പഠിപ്പിച്ചാലും, വിവേകാനന്ദ സ്വാമികൾ പറയും, നിങ്ങളുടെ 33 കോടി ദേവതകളെ നിങ്ങൾ ആരാധിച്ചാലും, പാശ്ചാത്യ ദേശത്തിലുള്ള സായിപ്പന്മാര് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ദേവതകളെ നിങ്ങൾ ആരാധിച്ചാലും, നിങ്ങളുടെ ഉള്ളിലുള്ള അന്തര്യാമി പ്രസാദിക്കാതെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവില്ല എന്ന്. അന്തര്യാമിയുടെ പ്രസാദമില്ലാതെ ശാന്തി ഉണ്ടാവില്ല. நாடும் நகரமும் நல் திருக்கோயிலும் தேடித் திரிந்து சிவபெருமான் என்று பாடுமின் பாடி பணிமின் பணிந்தபின் கூடிய നെഞ്ചത്തുக் കോയിലായി കൊൾവനേ എന്ന് തിരുമൂലർ എന്നൊരു സിദ്ധർ പാടി. ഉള്ള നാടും നഗരവും ഒക്കെ ചുറ്റിയിട്ട് ഉള്ള അമ്പലങ്ങളിലൊക്കെ പോയി ഭഗവാനെയൊക്കെ ആരാധിക്കൂ. അവസാനം ആ ഭഗവാൻ അന്തര്യാമിയായിട്ട് പ്രകാശിക്കുമ്പോഴേ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവുള്ളൂ.
അങ്ങനെ ഭഗവാനെ അന്തര്യാമിയായി സാക്ഷാത്കരിക്കണമെങ്കിൽ എനിക്ക് ഞാൻ ഹിതം ചെയ്യണം എന്നുള്ള ഒരു സങ്കല്പം എടുത്തു കഴിഞ്ഞ് ആ ഹിതം ചെയ്യാൻ പുറപ്പെടുമ്പോഴാണ് അതിന് മഹാവ്രതം എന്ന് പറയുന്നത്. ആ മഹാവ്രതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കുകയാണ് ഞാൻ എന്തു വേണം. ഇതൊന്നും ഈ ഒരു സ്റ്റേജ് വരാതെ മെഡിറ്റേഷനോ പ്രാണായാമമോ ഒന്നും പ്രയോജനപ്പെടില്ല. നിങ്ങൾ എന്ത് കോഴ്സ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഒരു കോഴ്സും നിങ്ങളെ ആധ്യാത്മികമൊന്നും ആക്കില്ല. മെഡിറ്റേഷൻ ഒന്നും ആധ്യാത്മികമല്ല, പ്രാണായാമം ആധ്യാത്മികമല്ല, യോഗസാധന ആധ്യാത്മികമല്ല, പൂജ ആധ്യാത്മികമല്ല, വേദാധ്യയനം ആധ്യാത്മികമല്ല, ഉപനിഷത്ത് പഠിക്കുന്നതും ആധ്യാത്മികമല്ല. ഉപനിഷത്തൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കും അതിനും ഒരു സംബന്ധമില്ലാതെ പഠിക്കുന്നവരാണ് അവര്. അവർക്കൊന്നും അത് ജ്ഞാനമോ മോക്ഷത്തിനോ കാരണമല്ല, ആധ്യാത്മികമല്ല. നിങ്ങളൊരു ടേപ്പ് റെക്കോർഡറിനെ ഉപനിഷത്ത് പഠിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ടേപ്പ് റെക്കോർഡർ മുക്തമാവില്ല. അധ്യാത്മം എന്ന് പറയുന്നത് ഈ സങ്കല്പമാണ്. എനിക്ക് ഞാൻ ഹിതം ചെയ്യണമെന്നുള്ള തീവ്ര സങ്കല്പമുണ്ടായി നിങ്ങളിൽ മഹാവ്രതം സംജാതമാകുമ്പോ നിങ്ങൾ അടുക്കളപ്പണി ചെയ്താലും അത് സാധനയായിട്ട് മാറും, അടിച്ചുവാരിയാലും സാധനയായിട്ട് മാറും. കാരണം എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ മുക്തിയുടെ ബീജം പൊട്ടി മുളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ ആധ്യാത്മികമായി മാറിത്തുടങ്ങും. ഈ സങ്കല്പമാണ് വളരെ പ്രധാനം. ഈ സങ്കല്പം ഉണ്ടായി കഴിയുമ്പോൾ ആദ്യമായി ജീവൻ മനസ്സിലാക്കുന്നത് തന്നെ ബന്ധിക്കുന്നത് കർമ്മമാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കർമ്മം, അതായത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ ഒരു സ്വധർമ്മം, അതിന്ന് എനിക്ക് പുറത്തു ചാടാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഇനിമേലാൽ വളരാത്ത വിധത്തിലും അതിൽ നിന്നും എനിക്ക് സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ലോഭവും മാത്സര്യവും ഉണ്ടാവാത്ത വിധത്തിലും ആ കർമ്മത്തിനെ ചെയ്യണം. അതാണ് കർമ്മത്തിന് ആരാധനയാക്കൽ. പുതിയ കർമ്മത്തിൽ ഞാൻ ചെന്ന് ചാടരുത്. ഉള്ള കർമ്മത്തിനെ നിഷ്കാമ്യമായിട്ട് നിസ്സംഗമായിട്ട് ചെയ്ത് ആ കർമ്മത്തിന്റെ ഫീൽഡില് ആളുകളോട് മാത്സര്യമോ കോമ്പറ്റീഷനോ മുമ്പിൽ വരണമെന്നുള്ള ആഗ്രഹമോ രാഗമോ ദ്വേഷമോ ഉണ്ടാക്കാതെ ഇതെന്റെ വയറ്റപ്പഴുപ്പിന് മാത്രമായി ചെയ്യുകയും അത് ആരാധനയാക്കി തീർക്കുകയും അതിന് എന്ത് കിട്ടുമോ അതുകൊണ്ട് ശരീര നിർവഹണം ചെയ്യുകയും ചെയ്ത് പതുക്കെ അതിനെ അസ്തമിപ്പിക്കണം എന്ന് ഒരു സങ്കല്പം ചെയ്യും. ഇത് മഹാസങ്കല്പമാണ്. വൈദിക സമ്പ്രദായത്തിൽ മഹാസങ്കല്പം എന്നൊന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും ഒരു മഹാകർമ്മം ചെയ്യുമ്പോഴൊക്കെ ആദ്യം മമോപാത്ത സമസ്ത ദുരിതക്ഷേദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം എന്ന് തുടങ്ങും. അത് മഹാസങ്കല്പം. ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം എന്നുള്ളത് മാത്രം മഹാസങ്കല്പം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും പിന്നെ എന്താണ് ജോലി കിട്ടാനായിട്ട് അല്ലെങ്കിൽ പണം കിട്ടാനായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് പറയാം. അതൊന്നും ക്ഷുദ്ര സങ്കല്പം, അത് മഹാസങ്കല്പമല്ല. ഈ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം എന്നുള്ളതിനാണ് മഹാസങ്കല്പം എന്ന് പേര്. ആ മഹാസങ്കല്പത്തോടെ കഴിഞ്ഞു. ആ മഹാസങ്കല്പം ശ്രീ പരമേശ്വരൻ എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. ആ ശ്രീ പരമേശ്വരൻ പ്രസന്നനാവാൻ വേണ്ടി ജീവൻ സങ്കല്പിച്ച് ജീവിതത്തിൽ പുതിയ കർമ്മങ്ങൾ തലയ്ക്ക് വെച്ച് കെട്ടാതെ ഉള്ള കർമ്മങ്ങളെ തനിക്ക് അനുകൂലമാക്കി തീർത്ത് ലീസ്റ്റ് ഡിസ്റ്റർബൻസോടുകൂടെ അതിനെ ചെയ്തു തീർക്കുകയും ചിത്തത്തിന് പതുക്കെ 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 സത്സംഗം കൊണ്ടും ജ്ഞാനവിചാരം കൊണ്ടും ജപം പൂജ ഒക്കെ ചെയ്യണ്ടല്ലോ അല്ലേ? അതൊക്കെ എന്തിനാ? ആളുകൾ ധരിക്കണത് അതൊക്കെ കോൺസെൻട്രേഷൻ മെഡിറ്റേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല. ആർട്ടിഫിഷ്യൽ കോൺസെൻട്രേഷൻ മെഡിറ്റേഷൻ ഒന്നും ആവശ്യമില്ല. ഒരാള് ജപം ചെയ്യുകയാണെങ്കിൽ, നിത്യനിഷ്ഠയോടുകൂടെ ജപം ചെയ്യുകയാണെങ്കിൽ, ദിവസവും കുറെ നേരം ജപവും പ്രദക്ഷിണവും നമസ്കാരവും സദ്ഗ്രന്ഥപാരായണവും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് അയാളോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും ദിവസം ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾ അവിടെ വിഷമിച്ചു പോവുകയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ട് എന്താ കിട്ടിയ? വിവരമുള്ള ആള് പറയേണ്ട ഉത്തരം, എനിക്ക് ചെയ്തതുകൊണ്ടൊന്നും കിട്ടിയില്ല, പക്ഷെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, അതിനെ പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അതായത് ഈ ചെയ്യൽ വിഹിതകർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിൽ നിഷിദ്ധ കർമ്മത്തിൽ പെടും, അല്ലെങ്കിൽ കാമ്യകർമ്മം ചെയ്യും. അത് രണ്ടും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡ്രില്ല് പോലെ നമ്മളെ കൊണ്ട് ചില അനുഷ്ഠാനങ്ങൾ, റിച്വൽസ് ചെയ്യിപ്പിക്കുന്നത്. റിച്വൽസ് വളരെ പ്രധാനമാണ്.
ആളുകൾ പലരും പറയണത് ജപവും പൂജയും ഒക്കെ ചെയ്യുന്നു മെക്കാനിക്കൽ ആവണമെന്ന്. മെക്കാനിക്കലായിട്ട് തന്നെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ആ സമയം നിങ്ങൾ വേറെ ഒന്നും ചെയ്യാതിരിക്കുമല്ലോ, അത്രയും മാത്രം യു ഹാവ് ടു സേഫ് ഗാർഡ് യുവർ സെൽഫ് ഫ്രം പെർഫോമിംഗ് നെഗറ്റീവ് ആക്ഷൻസ് ഓർ ഡിസയർ ഓറിയന്റഡ് ആക്ഷൻസ്. ദാറ്റ്സ് ഓൾ. അത്രയും ചെയ്ത് കുറേ കാലം ചെയ്തുകൊണ്ടുപോയാൽ നമ്മളുടെ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് പ്രവർത്തിക്കലും നിഷിദ്ധമായ പ്രവൃത്തി ചെയ്യാനും ഉള്ള വേഗം, ഡ്രൈവ്സ്, അത് പതുക്കെ ശമിക്കും. ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി എന്നാണ് പതഞ്ജലി പറയുന്നത്. ഒരു ദിവസം 2 ദിവസം ഒന്നും പോരാ. ഒരു ജപം ചെയ്യാൻ പറഞ്ഞ പിന്നൊരു മറു ചോദ്യം ചോദിക്കാതെ ചെയ്യണം, ദിവസം ചെയ്യാം. അതുകൊണ്ട് എന്ത് എഫക്ട് ഉണ്ടാവണമെന്നും നോക്കണ്ട. ഇങ്ങനെ കുറച്ചു കാലം, ഒരു 4 വർഷം 5 വർഷം ചെയ്താൽ തന്നെ നമുക്ക് കാണാം നമ്മുടെ മനസ്സ് ശാന്തമാവണതും ഇടയ്ക്ക് ചിത്തവൃത്തികളില്ലാത്ത ഒരു നിശ്ചലത ഉണ്ടാവണതും. നമ്മളൊന്നും മെഡിറ്റേഷനൊന്നും പ്രാക്ടീസൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളൊന്നും അഭ്യസിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ശാന്തശീതളമായ ഒരു അന്തരംഗം ഉള്ളിൽ ഉണ്ടാവണതും നമ്മളുടെ ഉള്ളിൽ പലതും ചെയ്യാനുള്ള വ്യഗ്രതയില്ലാതാവണതും ഈ അനുഷ്ഠാനം തന്നെ നമുക്ക് തൃപ്തികരമായി തീരണതും ഒക്കെ കാണാം. അപ്പൊ ജീവിതത്തിന് സ്ഥൂലമായ ഒരു നിഷ്ഠ ഉണ്ടെങ്കിൽ തന്നെ മതി. ഈ മഹാവ്രതം സങ്കല്പമുള്ള ആൾ എന്തിനാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിലൊന്നും കുഴപ്പമുണ്ടാവില്ല. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കർമ്മത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച്, ഈ ശിവപൂജയുണ്ട്, പ്രദക്ഷിണുണ്ട്, നമസ്കാരമുണ്ട്, സന്ധ്യാവന്ദനമുണ്ട്, അമ്പലത്തിൽ ഈ സമയത്തിൽ പോണം, രാമനാമം ജപിക്കണം, എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് വേറെ ഒന്നിലും പെടാതെ അത് തന്നെ നിത്യനിരന്തരം ചെയ്തുകൊണ്ട് ഒരു ചക്രം ചുറ്റണ പോലെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ കുറെ കഴിയുമ്പോൾ എന്താവും, നമ്മളുടെ ഉള്ളില് നിഷിദ്ധ കർമ്മം ചെയ്യാനുള്ള വാസന അടങ്ങുകയും ശാന്തി ഉണ്ടാവുകയും ചെയ്യും. അതാണ് അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരേഹി. ഇതൊക്കെ ചെയ്യണതിന്റെ ലക്ഷ്യമെന്താ? കുറെ കഴിയുമ്പോൾ ചിത്തം ശാന്തമാവും. ശാന്തമാവുമ്പോ നിഷിദ്ധ കർമ്മമൊക്കെ പോയി. ഇതിനൊരു ഉദാഹരണം പറയും. എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരാള് വിറക് കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോ കെട്ട് വളരെ ബലപ്പെട്ടു പോയതുകൊണ്ട് അഴിക്കാൻ പറ്റണില്ല. ഇയാൾ കുറെ നേരം വിഷമിക്കുക. അഴിക്കാൻ പറ്റാതെ വിഷമിക്കുമ്പോ വേറെ ഒരാള് വന്നു, എന്താ ഈ വിഷമിക്കണം, ഈ കെട്ട് അഴിക്കാൻ വയ്യ. അയാളെ ശ്രമിച്ചു നോക്കി അഴിക്കാൻ സാധിക്കണില്ല. അപ്പൊ അയാൾ വേറെ ഒരു കയറ് കൊണ്ടുവരാൻ പറഞ്ഞു. വേറെ ഒരു കയറ് കൊണ്ടുവന്ന് ഈ കെട്ടിന്റെ മേലെ ഇട്ടിട്ട് നല്ലവണ്ണം മുറുക്കി ഒരു വലിച്ചപ്പോ പഴയ കെട്ട് ലൂസായി, അഴിച്ചെടുത്തു. അതേപോലെ നമ്മൾക്ക് കർമ്മത്തിന്റെ ഉള്ളിൽ പെട്ടിട്ട് നമുക്ക് പുറത്തു വരാൻ പറ്റണില്ല. 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറഞ്ഞ ഈ കർമ്മം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം ഉള്ളിൽ. അപ്പൊ എന്താ, ഒരു റൂട്ടീൻ, ഒരു നിഷ്ഠ, അങ്ങനെ അവന്റെ സ്വധർമ്മം ചെയ്യുക എന്നുള്ള അഭ്യസിപ്പിച്ചെടുത്തു കഴിയുമ്പോ പതുക്കെ നിഷിദ്ധകർമ്മ വാസന പോകും. അവസാനം ഈ കെട്ടിയ കയറ് അഴിച്ചും കളയണ പോലെ ഈ കർമ്മം താനെ കട്ടടങ്ങും. മനസ്സ് ശാന്തമാവുമ്പോ ഒന്നും ചെയ്യാനുള്ള ഉത്സാഹമൊന്നുമില്ല. ആ സമയത്ത് വേദാന്ത വിചാരം ചെയ്യുകയും സത്സംഗത്തിൽ വേദാന്ത ശ്രവണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പതുക്കെ നമുക്ക് കാണാം നമ്മളുടെ ഉള്ളിലുള്ള ചിത്തത്തിന്റെ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ ഞാൻ എന്നുള്ള അനുഭവം, ഞാൻ എന്നുള്ള ബോധം, ഞാൻ എന്നുള്ള അഹങ്കാരം, ഞാൻ എന്നുള്ള അഹംസ്ഫൂർത്തി, ഞാൻ എന്നുള്ള അഹംബോധം, 3 മണ്ഡലത്തിൽ നമ്മളുടെ വ്യക്തിത്വം വികസിച്ച് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. സ്ഥൂല മണ്ഡലത്തിൽ നമ്മൾ അഹങ്കാരികളാണ്. ഞാൻ ചെയ്യണു, ഞാൻ പറയുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അതാണ് ഇതാണ്. ഈ അഹങ്കാരം തന്നെ ശ്രദ്ധിക്കും തോറും പതുക്കെ ചിത്തായിട്ട് മാറും. ഇന്നലെ പറഞ്ഞ പോലെ ഹല്ലീസലാസ്യ സന്തുഷ്ടായേ നമഃ എന്ന് പറയുന്ന പോലെ അവിടെയാണ് അതിനെ ചിത് ശക്തി എന്ന് പറയണത്. അത് ഈ അഹങ്കാരമല്ലാതെയായി നമ്മളുടെ സെന്ററിൽ ഒരു ആനന്ദ നൃത്യം ചെയ്യുന്നത് കാണാം. അത് ചിത്താണ്. ആ ചിത്താണ് നമുക്ക് ആനന്ദം ഉണ്ടാക്കുന്നത്. ആ ചിത്തിന്റെ ആനന്ദം നമുക്ക് കാണാം. ആ ചിത്ത് അഹങ്കാരത്തിന്റെ പിടിവിടുമ്പോഴാണ് ചിത്ത് ആനന്ദ നൃത്തം ചെയ്തു തുടങ്ങണത്. അത് ചിത്താവണത്. അതിനു മുമ്പ് അത് ചിത്തമാണ്. അഹങ്കാരം ചിത്തമാണ്. അഹങ്കാരത്തിന്റെ ബലം കുറയണത് നമ്മളുടെ ആഗ്രഹവും കർമ്മവാസനയും ഒക്കെ കുറയും തോറും അഹങ്കാരം ചിത്തായിട്ട് പരിണമിക്കുകയും അവിടെ ചിത്തിന്റെ ആനന്ദം ഉണ്ടായി തുടങ്ങുകയും ചെയ്യും. ചിത്തിന്റെ ഉള്ളിലുള്ള ആ ധാര, ആ കറണ്ട്, ആ സ്രോതസ്സിനെ നമ്മൾ അകമേ കാണും. ആത്മസ്രോതസ് എന്നൊക്കെ ഭാഗവതത്തിൽ കാണാം.
ആ സ്രോതസ്സിനെ നമ്മൾ കാണും. ആ സ്രോതസ് ശക്തിയുടെ മണ്ഡലമാണ്, ശുദ്ധമായ ശക്തിയുടെ മണ്ഡലമാണ്, അശുദ്ധമായ മണ്ഡലമല്ല, ശുദ്ധമായ ശക്തിയുടെ മണ്ഡലമാണ്. ആ സ്രോതസ്, ആ ഗുരുമണ്ഡലരൂപിണ്യൈ നമഃ ചിത് ശക്തിശ്ചേതനാരൂപാം ചിത് സ്വരൂപിണ്യൈ നമഃ എന്നൊക്കെ പറയുന്ന ആ ചിത്തിന്റെ ശുദ്ധമായ രൂപം ഉള്ളിൽ തെളിഞ്ഞ് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാവുന്നത്. അഹങ്കാരം കുറയും തോറും ആ ചിത്ത് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും. പതുക്കെ പതുക്കെ ചിത്ത്, ആ ചിത്ത് ശക്തി, അതിലുള്ള ശക്തിയുടെ അംശം, അതിലുള്ള സ്പന്ദനം അസ്പന്ദമായി നിശ്ചലമായി ചിത്ത സ്പന്ദനം ഉണ്ടാവുമ്പോഴാണ് ആനന്ദമൊക്കെ ഉണ്ടാവണതേ, ഭാവസമാധിയൊക്കെ. ശ്രീരാമകൃഷ്ണദേവൻ ചിലപ്പോൾ നർത്തനം ചെയ്യുകയൊക്കെ ചെയ്യും, ആടുകയും പാടുകയൊക്കെ ചെയ്യും. പ്രഹ്ലാദനെ കുറിച്ചും പറയുന്നുണ്ട്, ക്വചിത് ദ്രുതതി വൈകുണ്ഠചിന്താശബളചേതന ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത് നദതി ക്വചിത് ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിത് ക്വചിത് തദ്ഭാവനായുക്ത തന്മയോനുചകാര. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതക്ഷണ എന്നാണ്. ചില സമയം ഒരു സ്പന്ദനവും ഇല്ലാതെ നിശ്ചലമായി ആ ചിത്തിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ ആ ചിത്തിൽ അടങ്ങി താൻ സമ്പൂർണമായി തന്നിൽ അടങ്ങിയിരിക്കുന്ന ആ സ്ഥിതി, ആ ആനന്ദസ്ഥിതി, ആ ആനന്ദമാണ് ഏഷോസ്യ പരമോ ആനന്ദ എന്നാണ്, അവന്റെ പരമമായ ആനന്ദം. നാരായണ ഗുരുസ്വാമികൾ ഇതിന്റെ ഇടയിലാണ് ഈ കർമ്മത്തിന് ഇറങ്ങി വന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കുവാൻ പിന്നെയാട്ടെ എന്നാണ്. ആ തട്ടിത്തട്ടിപ്പെരുക്കി ഉള്ളിലാക്കലാണിത് പറഞ്ഞത്, തന്നിലിരിക്കൽ. ആ സ്ഥിതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ കർമ്മമൊന്നും നടക്കില്ല, അവിടെ ശാന്തിയാണ്, പൂർണ്ണ നിർവൃത്തിയാണ്. പക്ഷേ സത്യം കണ്ടെത്തിയ ആൾക്ക് അതിലേക്ക് പോവാനുള്ള റോഡറിയാം, വഴിയറിയാം. അതാണ് പിന്നെയാട്ടെ എന്ന് പറഞ്ഞത്. കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നിതിപ്പോൾ എന്നാണ്. ഈ ലോകത്തിൽ ഇത്തിരി പ്രവർത്തിക്കാനുണ്ട്, ഇത്തിരി കാരുണ്യം ഉണ്ടായി, അപ്പോ ലോകത്തിൽ ഇത്തിരി പ്രവർത്തിക്കാനുണ്ട്, ചിലതൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കൂട്ടക്കൊട്ടോട് കോട്ടയ്ക്കകമേറി സുഖിപ്പാൻ വരം താന്ന്. ഈ അമ്പലത്തിലേക്കൊക്കെ സ്വാമിയെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുമ്പോ കൂട്ടക്കൊട്ടോടുകൂടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇരുത്തില്ലേ, അതുപോലെ ഈ ചിത്തവൃത്തികളെയൊക്കെ തന്നിൽ തന്നെ അടക്കി തന്നിൽ തന്നെ നിർത്തി ശാന്തമാവുക. അപ്പോഴാണ് ജീവൻ ധന്യനായിട്ട് തീരുന്നത്. ജീവിച്ചിരിക്കുമ്പോ തന്നെ മരണത്തിനെ കണ്ടെത്തിയവന് മരണം ഒരു വിഷയമേ അല്ല. ജീവിച്ചിരിക്കുമ്പോ തന്നെ മരണത്തിലൂടെ കടന്നുപോയവൻ അമൃതത്വത്തിനെ കണ്ടവനാണ്. അയാൾ മരണത്തിനെ, ശരീരാദികൾ മരണം കൊണ്ട് ഗ്രസിക്കപ്പെട്ടിരിക്കുന്നുവെന്നും താൻ അമൃതവസ്തുവാണെന്നും മരണമില്ലാത്തതാണെന്നും കണ്ടറിഞ്ഞിട്ട് ധന്യമായ അവസാനം യമൻ അയാൾക്കൊരു വിഷയമേ അല്ല. മൃത്യവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യും ഈശ്വരം. മൃത്യു ഇനിയൊന്നും തൊടില്ല എന്നാണ്. അത്തരത്തിലൊരു ആനന്ദസ്ഥിതിയാണ് ഈ ബ്രാഹ്മീസ്വരൂപിണിയായ അംബികയുടെ കൃപ കൊണ്ട് യാ മുക്തിഹേതു അവിചിന്യ മഹാവ്രതാത്വം അഭ്യസസേ സുനിയതേന്ദ്രിയ തത്വസാരൈഹി മോക്ഷാർത്ഥിഭിഹി മുനിഭിഹി അസ്തസമസ്തദോഷൈഹി വിദ്യാസി സാ ഭഗവതി. ആ വിദ്യയാണ് ആ ഭഗവതി. ആ വിദ്യ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ഭഗവതിയുടെ ആരാധന നമ്മൾ നാളേക്കും കൂടെ ഇവിടെ തുടർന്ന് ചെയ്യാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.